സോ ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. അതുപോലെ തിരുക്കുറളിൻ്റെ 95-ാമത്തെ കുറളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇതുവരെ നമ്മൾ പറഞ്ഞ ഭാഗങ്ങളിൽ നിന്നും സ്വല്പം വ്യത്യസ്തമായി ഇന്ന് മെഡിസിൻ എന്നുള്ളൊരു വിഷയമാണ്. തിരുക്കുറൾ ഭാഗം 2 അർത്ഥപ്രകരണം രാജ്യാംഗത്തിലെ അധികാരം 95-ലൂടെ നമ്മൾ പഠിക്കുന്നത്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ശാന്തി മാമിനെയും മോഹൻദാസ് സാറിനെയും. ശാന്തി മാം, വെൽക്കം. എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നോക്കിയത് എങ്ങനെയൊക്കെയാണ് ഒരു ജീവിതത്തില് വിജയം കൈവരിക്കാം എന്നുള്ളതിന് ഏതൊക്കെ നമ്മൾ വേണ്ടെന്ന് വെക്കണം എന്നുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ച സൂത് ആയിരുന്നു. സൂതെന്ന് പറയുമ്പോൾ അറിയാം, ചീട്ടുകളി, ഇങ്ങനെ എല്ലാം. അപ്പൊ അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം തന്നെ നമ്മൾ കൈക്കൊണ്ട് നടക്കുകയാണെങ്കിൽ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ പറ്റില്ല. അപ്പോൾ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് പറയാണ്, ഇതെല്ലാം വേണമെങ്കിൽ നമ്മുടെ ശരീരം വേണം. അപ്പൊ ശരീരം നല്ലതല്ല എങ്കിൽ നമ്മളെ കൊണ്ട് ഒന്നും സാധിക്കത്തില്ല. അപ്പൊ ആദ്യം നമ്മൾ നോക്കേണ്ടത് ശരീരമാണ്. അപ്പൊ ഇതെല്ലാം നമുക്ക് അതിനെല്ലാം ഈ സൂത്, അതുപോലെ കള്ള്, പിന്നെ മോശമായ സ്ത്രീകളുമായുള്ള ബന്ധം, പിന്നെ മോശമായ ഫ്രണ്ട്സ്, ഇതുവരെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അടുത്തതാണ് മരുന്ന് എന്ന് പറയുന്നത്. മരുന്ന് എന്ന് പറയുമ്പോൾ ഇത് ശരീരത്തിന് ഏതൊക്കെ വേണം വേണ്ട, നമ്മൾ തന്നെയാണ് നമ്മുടെ ശരീരത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ കഴിക്കാം. ഇന്ന് നമ്മൾ ഒരുപാട് പേര് എന്താണ് പല സ്ഥലങ്ങളിൽ പോയി ഡയറ്റ് എടുക്കുന്നുണ്ട്, അതുപോലെ ജിമ്മിൽ പോകുന്നുണ്ട്. ഇന്ന് നമുക്ക് കണ്ടാൽ അറിയാം, ഒത്തിരി ജിമ്മുകളാണ്. നമ്മുടെ പരിസരം മുഴുവനും ജിമ്മ്. സിറ്റിക്കകത്ത് കയറി കഴിഞ്ഞാൽ എത്ര ഒരു ഒരു 1/2 കിലോമീറ്ററിൽ 2 ജിമ്മ് കാണും. അങ്ങനെയാണ്. കാരണം എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ പോവുക, നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളെല്ലാം തന്നെ നമുക്ക് വളരെ മോശമായ ആഹാരമാണ് നമ്മൾ കഴിക്കുന്നത്. കാരണം വിഷം കുത്തിവെച്ച പഴുപ്പിച്ചത്, അല്ലെങ്കിൽ പെട്ടെന്ന് കായ്ക്കാൻ വേണ്ടി ചെയ്യുന്നത്, ഇങ്ങനെ ഒരുപാട് കെമിക്കൽസ് അടിച്ചിട്ടുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാവുന്നത്. ഇനി ഈ കഴിക്കുന്ന രീതിയിലും നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ ഈ ലൈഫ് സ്റ്റൈൽ മാറ്റങ്ങളൊക്കെ നമുക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് ഒരു ഡോക്ടറോട് ചോദിക്കുക. പല ടി വിയിൽ വരുന്ന ചാനൽസിലെ ചർച്ചകൾ പോലും ഇപ്പോൾ ഡോക്ടറുമായി സംസാരിക്കുക എന്നുള്ള ഒരു പ്രോഗ്രാം തന്നെ വെക്കുന്ന ലെവലിലേക്ക് നമ്മൾ പോയിരിക്കുകയാണ്. അതിന് കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്തത് കൊണ്ടാണ്. എന്നാൽ അതുകൊണ്ട് ഈ പണ്ട് കാലങ്ങളിലൊക്കെ ഷുഗറോ ബി.പിയോ ഇല്ലാതിരുന്നിട്ടില്ല. കാരണം അവർക്കും അന്നുണ്ടായിരുന്നു. കാരണം അത് ഇപ്പോഴുള്ളത് പോലെ അല്ല. ഇപ്പൊ നമുക്ക് അത് അസുഖങ്ങളെല്ലാം ഓരോ പേരുകൾ വെച്ച് നമ്മൾ ഓരോന്നും അറിയാനും തുടങ്ങി. എന്നാൽ ഇതൊന്നും തന്നെ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മുടെ വള്ളുവർ പറയാണ്, നിങ്ങൾ എങ്ങനെ കഴിക്കണം, എന്തൊക്കെ കഴിക്കണം, അത് എപ്പോ കഴിക്കണം, എത്ര കഴിക്കണം, ഇതിനെക്കുറിച്ചുള്ളതാണ് ഈ മരുന്ന് എന്ന ഈ ഒരു അധികാരത്തിൽ പറഞ്ഞിരിക്കുന്നത്. കാരണം അന്ന് ഇത് വള്ളുവരെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്ടർ പോലെയാണ് ഓരോ കാര്യങ്ങളും പറയുന്നത്. അന്നത്തെ കാലത്ത് ഈ പാടത്തും വയൽവരമ്പത്തും ഇവിടെയൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പൊ അവരുടെ ശരീരത്തിൽ ഇത്രയും അവര് ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോൾ അവർ അതിനു വേണ്ടി ഇപ്പൊ ഇത്രയേ പാടുള്ളൂ എന്നൊരു ഡയറ്റ് എടുക്കുന്ന ആളാണെങ്കിൽ നമ്മുടെ അടുത്ത് പറയാറുണ്ട്, 1 കപ്പ് അരി ചോറ് കഴിച്ചാൽ മതി, അല്ലെങ്കിൽ 2 കപ്പ്, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന സമയത്തെ കഴിക്കാവൂ, ഇതേ കഴിക്കാവൂ എന്ന് പറയുന്നത് പോലെ അവരുടെ അടുത്ത് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് വള്ളുവർ പറയുന്നത്, നിങ്ങൾ എന്താണ് കഴിക്കേണ്ടത്, എപ്പോൾ കഴിക്കണം, അത് നിങ്ങൾക്കേ അത് അറിയാൻ പറ്റൂ എന്നുള്ള രീതിയിലാണ് ഇത് പറഞ്ഞു വന്നിരിക്കുന്നത്. അതില് 95-ാമത്തെ അധികാരമാണ് ഈ മരുന്ന് എന്ന് പറയുന്ന അധികാരം. ആദ്യത്തെ കുറൾ 941. മീഹിനും കുറയിനും നോയ് ചെയ്യും നൂലോർ വളി മുതലാ എണ്ണിയ മൂன்று. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും നമ്മൾ ചെയ്യുന്ന ജോലിയും തമ്മിൽ ബന്ധമുണ്ട്. ഇപ്പൊ നന്നായി ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഏത് തരത്തിലുള്ള ആഹാരം കഴിച്ചാലും അത് അവർക്ക് ദഹിച്ചു പോകും. എന്നാൽ ഇരുന്ന് തന്നെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് അത് ദഹിക്കണമെന്നില്ല. അപ്പോ അവർ ഈ പാടത്തും വരമ്പത്തും ജോലി ചെയ്യുന്നവർ എത്രത്തോളം കഴിക്കുന്നു ആ രീതിയിൽ ഇവർ കഴിക്കുകയാണെങ്കിൽ ഇത് ശാരീരിക അധ്വാനമല്ല ഈ ഇരുന്ന് ചെയ്യുന്നവർ ചെയ്യുന്നത്.
അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് തന്നെ ആഹാരം കഴിക്കുമ്പോൾ അത് കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ്. ഒരുപാട് കഴിക്കുന്നത് കൊണ്ട് ദോഷമുണ്ടാവും, എന്നാൽ കുറഞ്ഞു പോകുന്നത് കൊണ്ടും ദോഷമുണ്ടാകും. അത് അന്നേ പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം നമ്മൾ ഇത്ര ലിറ്റർ വെള്ളം കുടിക്കണം, ഇന്ന ആഹാരമേ കഴിക്കാൻ പാടുള്ളൂ എന്ന് ഒരു പ്രിസ്ക്രിപ്ഷൻ വാങ്ങിച്ചു വെച്ചിട്ട് അതിൻ പ്രകാരം കഴിക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ അത് അന്നേ എത്രയോ കാലങ്ങൾക്ക് മുമ്പേ വള്ളുവർ ഇത് പറയാണ്, കൂടുതലായാലും കുഴപ്പമാണ്, എന്നാൽ നിങ്ങൾ കുറയ്ക്കുകയും ചെയ്യരുത്, അതും നിങ്ങളുടെ ശരീരത്തിന് ഒരുപാട് ദോഷം ചെയ്യും. അതെന്താണ്? അത് നൂലോർ മികിനും കുറയിനും നോയ് ചെയ്യും. നോയ് എന്ന് പറഞ്ഞാൽ രോഗം എന്നാണ്. ഇവിടെ നോയ് എന്ന് പറയുമ്പോൾ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ എന്നും എടുക്കാം. നൂലോർ വളി മുതല എണ്ണിയ 3 എന്ന് വെച്ചാൽ, നൂലോർ എന്ന് പറയുമ്പോൾ പണ്ടുള്ള ആയുർവേദം വേദങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അതിൽ എങ്ങനെയാണ് ഓരോരുത്തർക്കും എന്തൊക്കെ അസുഖങ്ങൾ വരും, ഈ രോഗത്തിന് ഇന്ന മരുന്നാണ് എന്ന് പറയും. ഇപ്പൊ ആയുർവേദത്തിലെ ഡോക്ടർമാർ ആദ്യം പറയുന്നത് നിങ്ങൾ ഭക്ഷണം അവർ ക്രമമാക്കണം എന്ന് പറയാറുണ്ട്. അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാം വാതകോപം എന്നാണ് പറയുന്നത്. വാതകോപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ആഹാരം ചിലപ്പോൾ ഗ്യാസ് ഉണ്ടാക്കാം, അതൊരു വാതകോപമാണ്. ഇനി ചുമയുണ്ടാക്കാം, കഫക്കെട്ടുണ്ടാക്കാം, ഇതും ഒരു വാതകോപമാണ്. അപ്പോൾ ശരീരത്തിലുള്ള അസുഖങ്ങൾക്കെല്ലാം കാരണം ഈ വാതമാണ്. ഇത് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ തന്നെ ഉണ്ട്. അതാണ് ഇദ്ദേഹം പറയുന്നത്. നൂലോർ എന്ന് പറയുന്നത് ഈ ആയുർവേദ ഗ്രന്ഥം രചിച്ച് അവരെയാണ് ഈ ഉദ്ദേശിക്കുന്നത്. വളി മുതല എണ്ണിയ 3. വളി എന്ന് പറയുന്നത് വാദം പോലുള്ള, വാദം, കഫം, പിത്തം, ഈ 3മാണ് നമുക്ക് ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. പിത്തം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് അസുഖങ്ങൾ ഉണ്ടാവും. അതുപോലെ വാദം കൂടിക്കഴിഞ്ഞാലും അസുഖങ്ങൾ ഉണ്ടാവും. കഫവും ഒരു രോഗമാണ്. ഇത് 3ഉം എപ്പോഴും നമ്മുടെ ശരീരത്തിനെ ശല്യം ചെയ്യുന്ന ഒന്നാണ്. ഈ 3ഉമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്നാൽ ഈ മിഹിനും കുറയിലും, ഈ ഭക്ഷണം കൂടിയാലും കുറഞ്ഞാലും, ഏത് തരത്തിലുള്ള ഭക്ഷണമാണോ നമ്മൾ കഴിക്കുന്നത് അത് ഈ 3നെയും പ്രശ്നമുണ്ടാക്കും. ഇത് കൂടിയാലും ഈ 3ഉം നമുക്ക് ശല്യമുണ്ടാക്കും, ഇത് കുറഞ്ഞാലും ഇത് 3ഉം നമുക്ക് ശല്യമുണ്ടാക്കും. അതുകൊണ്ട് ഇത് അളവ് അറിഞ്ഞ്, അതായത് എങ്ങനെ കഴിക്കണം, എത്ര വേണം എന്നുള്ളത് അവനോന് അറിയാൻ പറ്റുമല്ലോ. ഇത്രയേ പാടുള്ളൂ എന്ന്, അത്രയേ കഴിക്കാവൂ. നീ അതിനേക്കാളും ഒരുപാട് കുറച്ച് കഴിച്ചാലും ഈ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് ഈ കുറളിൽ പറയുന്നത്. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ഈ സായാഹ്നം എൻ്റെ വകയായ ഒരു നമസ്കാരം. വളരെ കാലികമായ ഒരു വിഷയം. മരുന്നു അല്ലെങ്കിൽ മരുന്ന് തിരുക്കുറലിന്റെ 95ാമത്തെ ചാപ്റ്ററാണ്. കേരളത്തിൽ, അതായത് 14 ജില്ലകളുള്ള കേരളത്തിൽ 14 മെഡിക്കൽ കോളേജുകളും 1200 സ്പെഷ്യാലിറ്റി ആശുപത്രികളും ഉണ്ട്. ഇനി അതല്ലാത്ത ആശുപത്രികളുടെ എണ്ണം നമ്മൾ ഗൂഗിളിൽ പോലും അടിച്ചു നോക്കിയാൽ കിട്ടത്തില്ല. പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകൾ അതിനേക്കാളേറെ. ഇതെല്ലാം ഞാൻ ഈ പറഞ്ഞ ഈ 2 എണ്ണവും അലോപ്പതിയുടേത് മാത്രമാണ്. ഇനി ആയുഷ് മന്ത്രാലയത്തിന്റെ കീഴിൽ കുറെ സാധനങ്ങളുണ്ട്. വളരെ കൃത്യമായിട്ട് ശാസ്ത്രീയമായി തെളിയിക്കപ്പെടാത്തത്, എന്നാൽ ആയുഷ് മന്ത്രാലയം അനുവാദം കൊടുത്തിരിക്കുന്ന ചില വിഭാഗങ്ങൾ. ഇവരെല്ലാം കൂടി ചേർന്നാണ് ഈ കേരളത്തെ ഇപ്പം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനോടിടയ്ക്ക് വേറെ കുറെ ആളുകൾ പ്രകൃതി ചികിത്സക്കാരുണ്ട്. പിന്നെ കരാട്ട അല്ലെങ്കിൽ എന്നിട്ടാണ് ബോഡി ബിൽഡിങ്ങിന് വേണ്ടി ചെയ്യുന്ന മറ്റ് പലതരത്തിലുള്ള ജിംനേഷ്യം, കുങ്ഫു, ഇതുമൊക്കെ മനുഷ്യന്റെ ആരോഗ്യത്തിന് വേണ്ടിയാണെന്നാണ് പറയപ്പെടുന്നത്. ഇങ്ങനെ നടത്തപ്പെടുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഗ്രാമങ്ങളിൽ പോലും വലിയ വലിയ ആശുപത്രികൾ വന്നു കഴിഞ്ഞു. കഴിഞ്ഞ 25 വർഷത്തിനോടിടയ്ക്ക്
ഉണ്ടായിരിക്കുന്ന ഈ രംഗത്തെ കുതിച്ചു ചാട്ടം മരുന്ന് കടകളുടെയും ഇത്തരം ആശുപത്രികളുടെയും ബേക്കറികളുടെയും സ്വർണ്ണക്കടയുടെയും കുതിച്ചു ചാട്ടം എണ്ണത്തിൽ വളരെ വലുതാണ്. നമ്മുടെ ഇന്നത്തെ വിഷയം ഭക്ഷണത്തെക്കുറിച്ചും അതുപോലെ തന്നെ മരുന്നിനെ കുറിച്ചും രോഗത്തെക്കുറിച്ചും ഒക്കെയാണ് ഈ വലിയ പണ്ഡിതൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ടവര് കൂടാതെ ഗൂഗിളും യൂട്യൂബും ഇവരും വഹിക്കുന്ന പങ്ക് വേറൊരു തലത്തിലാണ്. ഗുണവും ദോഷവും വരുത്തുന്ന ഒരു വിഭാഗമാണ് ഇവരും. ഇവരെല്ലാം കൂടി ചേർന്ന് വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ഒരു വിഷമ വൃത്തത്തിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. 25 വർഷം മുമ്പ് ഞാനൊരു വലിയ രോഗത്തിന് അടിപ്പെട്ട് ഒരു ആശുപത്രി അഭയം പ്രാപിക്കുകയും പിന്നീട് ജീവനിൽ കൊതിയുള്ളത് കൊണ്ടും മോഹമുള്ളത് കൊണ്ടും നമ്മുടെയൊക്കെ പ്രതീക്ഷ ബാക്കി നിൽക്കുന്നത് കൊണ്ടും പിന്നീട് പല ആളുകൾ പറഞ്ഞു കേട്ട് പല തരത്തിലുള്ള ചികിത്സകളിലും മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടതല്ലെങ്കിൽ കൂടെയും നിന്നു കൊടുക്കേണ്ടിയും വന്നിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് ഈ വിഷയത്തോട് ഒരുപാട് ഇഷ്ടം തോന്നുന്നു. ആമുഖം ബാക്കി ഇവിടെ പറയുമ്പോൾ, ആഹാരവും കർമ്മപ്രവർത്തനവും അമിതമായാലും കുറവായാലും അത് രോഗത്തിന് കാരണമാകുന്നു. പണ്ഡിതന്മാർ പട്ടികപ്പെടുത്തിയ ചില കാര്യങ്ങൾ മൂലമാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഇന്ന് ഈ പണ്ഡിതന്മാർ, അത് ഇൻവെർട്ടർ കോമയിലാണ്, പണ്ഡിതന്മാരുടെ ഭാഗത്ത് ഗൂഗിളും യൂട്യൂബും കൂടി പങ്കുവഹിക്കുന്നുണ്ട്. നേരത്തെ കഴിച്ച ഭക്ഷണം ദഹിച്ചുവെന്ന് ഉറപ്പാക്കിയ ശേഷം ഒരാൾ ഭക്ഷണം കഴിച്ചാൽ ശരീരത്തിന് മരുന്ന് ആവശ്യമില്ല. ദഹിച്ചതിന് ശേഷം ശരിയായ അളവിൽ ഭക്ഷണം കഴിക്കുക ശരീരത്തിന്റെ ഉടമയ്ക്ക് ആരോഗ്യത്തിന്റെ നിലനിൽപ്പ് ദീർഘിപ്പിക്കാനായിട്ടുള്ള ഒരു നല്ല വഴിയാണ്. ദഹനം ഉറപ്പാക്കിയ ശേഷം നിങ്ങൾക്ക് വളരെ വിശക്കുമ്പോൾ നിങ്ങളുടെ ഘടനയ്ക്ക് അനുയോജ്യമായ അളവിൽ ഭക്ഷണം കഴിക്കുക. പൊരുത്തമില്ലാത്ത ഭക്ഷണം നിരസിച്ച ശേഷം ഒരാൾ മിതമായി യുക്തമായ ഭക്ഷണം കഴിച്ചാൽ അവരുടെ നിലനിൽപ്പിന് അത് ഗുണമാണ്, അല്ലെങ്കിൽ ഒരു ദോഷവും ചെയ്യുകയില്ല. ഇതോടൊപ്പം തന്നെ ആമുഖത്തിൽ പറഞ്ഞു വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം, നമ്മുടെ സമൂഹത്തിൽ ഇന്ന് പെരുത്തോണ്ടിരിക്കുന്ന ഫാസ്റ്റ് ഫുഡ് സ്റ്റോളുകളാണ്. ചിക്കൻ വിഭവങ്ങൾ. ഞാൻ ഈ ഇറങ്ങി നടക്കുന്ന ആ കാലഘട്ടം ഒരു 5 കൊല്ലം 6 കൊല്ലമൊക്കെ ആയുള്ളൂ നേരെ ഇരിപ്പായിട്ട്. ശേഷമാണ് ഈ കുഴിമന്തി എന്നൊക്കെ പറയുന്ന സാധനം ഇവിടെ ഞാൻ കേട്ടത്. നിങ്ങളൊക്കെ വലിയ മെട്രോപൊളിറ്റൻ സിറ്റിയിലുള്ളവർ നേരത്തെ കേട്ടിട്ടുണ്ടാകാം. അൽഫാം എന്നും കുഴിമന്തി എന്നും, പിന്നെ തിരുവനന്തപുരത്ത് ഏതാണ്ടൊക്കെ ചില സാധനങ്ങൾ കഴിച്ച് മരിച്ചു എന്ന് പറയുന്ന ആളുകൾ, എല്ലാം കോഴി വിഭവങ്ങളാണ്. ഇങ്ങനെ ഓരോന്നും എത്രയോ ഹോട്ടലുകൾ ഈ ചങ്ങനാശ്ശേരി ഉൾപ്പെടെ ഉള്ളിടത്ത് പുതിയത് വന്നു. അവിടെയൊക്കെ ഉള്ള പുതിയ പുതിയ സാധനങ്ങൾ, അതിൻ്റെയൊക്കെ ഉള്ള പിന്നെ യൂട്യൂബ് ഷോകൾ, ഓക്കെ, ഇങ്ങനെ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടുന്ന ഒന്നാണ്. 941 കുറലിലേക്ക് കടക്കുമ്പോൾ, മികിനും കുറയിനും നോയ് ചെയ്യും നൂലോർ വളി മുതല എണ്ണിയ മൂന്നു, ഏറിയിൽ കുറയിലും അസുഖം ബിഷക്കുകൾ ഓതുന്ന വാദാദി 3 വാദം, പിത്തം, കഫം എന്നിവയുടെ അസന്തുലിതാവസ്ഥയ്ക്ക് വൈദ്യശാസ്ത്രത്തിൽ പറയുന്ന രോഗങ്ങൾ അവയ്ക്ക് ചികിത്സ നൽകുന്നു എന്നാണ്.
ധനനഷ്ടം വരുംതോറും ചൂതിലാശ പെരുത്തിടും. രോഗം മൂർച്ഛിച്ചിക്കവേ ലോകവാഴ്വിലാശ മുഴുത്തിടും എന്ന കവി ശുദ്ധമായി പറഞ്ഞു വെക്കുകയും ചെയ്യും. ഓവർ ടു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. Thank you, sir. Good evening to all. The Tirukural, authored by the ancient poet philosopher Valluvar, is a foundational Tamil text offering a universal code of ethics across 1,330 couplets. It is structured into three main sections: virtue, wealth, and love, making it one of the most translated non-religious works in the world. In chapter 95, Medicine, Valluvar shifts focus to physical well-being, famously asserting that medicine is unnecessary if one simply ensures previous food is digested before eating again. The chapter emphasizes that health is maintained through the balance of three humors: wind, bile, and flood, which must remain in equilibrium as defined by medical experts. Ultimately, it teaches that successful healing requires a four-part harmony: the patient, the physician, the medicine, and the caregiver. Kural 941, imbalance of Vata, Pitta, and Kapha, told in medical science, creates ailments. In both the Tirukural couplet 941 and traditional Ayurvedic texts like the Ashtanga Hridayam, health is defined as the perfect equilibrium of the three doshas: Vata, air, ether; Pitta, fire, water; and Kapha, earth, water. When this balance is disrupted by internal or external factors, it manifests as Roga, disease. According to the Ashtanga Hridayam, Sutra Satana, chapter 1, these three humors pervade the entire body but are specifically dominant in different areas, such as Kapha in the chest and Vata in the colon. An example of this imbalance is found in the description of Pitta. If Pitta increases beyond its natural state due to excessive heat or spicy food, it leads to inflammatory conditions and burning sensations. The text emphasizes that disease is the imbalance of doshas and health is their equilibrium. By understanding the unique constitution of an individual, one can use diet and lifestyle to restore this harmony and prevent the ailments Valluvar mentions. How do you usually approach balancing these elements in your own daily routine or diet? Over. തൊള്ളായിരത്തി 42 കുറൾ, மருந்து என வேண்டாவாம் யாக்கைக்கு அருந்தியது அற்றது போற்றி உனின். അത് മരുന്തന വേണ്ടാവാം യാക്കയ്ക്ക്. യാക്കൈ എന്ന് പറഞ്ഞാൽ ശരീരമാണ്.
അരുന്തിയത് അറ്റത് പോറ്റി ഉണി. അരുന്തിയത് എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചത്, അറ്റത് പോറ്റി, അറ്റത് എന്ന് പറഞ്ഞാൽ ദഹിച്ചത്, പോറ്റി ഉണിൻ എന്ന് പറയുന്നതാണ് പ്രധാനം. നമ്മൾ ഭക്ഷണം കഴിച്ചു, അത് ദഹിച്ചു എന്ന് എങ്ങനെ അറിയാൻ പറ്റും? അതിന് നമ്മുടെ ശരീരം തന്നെ പല സിംറ്റംസ് നമുക്ക് തരാറുണ്ട്. കാരണം ചിലർക്ക് ഈ ആസിഡിറ്റി അല്ലെങ്കിൽ വയറിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർ കഴിക്കുന്ന ആഹാരം തന്നെ തിരിച്ച് അവരുടെ മുകളിലോട്ട് വരും. അപ്പോൾ നമുക്ക് ഏമ്പക്കം ഇതുപോലെ വരുമ്പോൾ ആ ആഹാരത്തിൻ്റെ ചൊവ്വ വരാറുണ്ട്. അപ്പോൾ അതാണ് ഈ എങ്ങനെയാണ് നമുക്ക് ദഹനം നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ പറ്റുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഭക്ഷണം നമുക്ക് വിശപ്പ് വന്നു കഴിഞ്ഞിട്ടല്ല നമ്മൾ കഴിക്കുന്നത്. നമ്മളൊരു ടൈം വെച്ചിട്ട് ഇതൊരു ചടങ്ങ് പോലെ കഴിക്കുന്നവരുണ്ട്. രാവിലെ 10 മണിക്ക് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ 11 മണിക്ക് നമുക്കൊരു ചായ ഉണ്ട്. അവിടുത്തെ വർക്കിന്റെ പ്രഷർ കൊണ്ടോ സ്ട്രെസ് കൊണ്ടോ ആയിരിക്കാം. പക്ഷെ 11 ആയി കഴിഞ്ഞാൽ ചായ ടൈമാണ്, നമുക്ക് ചായ കുടിക്കാൻ പോവാം. അങ്ങനെ ചായ കുടിക്കും, അപ്പോഴെന്തെങ്കിലും കഴിക്കും. പിന്നെ നമുക്ക് കഴിക്കണ്ട എങ്കിൽ പോലും നമ്മൾ ഫ്രണ്ട്സിന്റെ കൂടെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ കഴിച്ചെന്നിരിക്കും. ഇനി ഇത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് കഴിക്കും. അപ്പോഴും നമുക്ക് എന്താണ്, വിശപ്പുണ്ടോ ഇല്ലയോ ഒന്നും നോക്കത്തില്ല. ഇതൊക്കെ നമുക്കൊരു ടൈം ബോണ്ടിങ് ആയി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ വള്ളുവർ പറയുന്നത് അങ്ങനെയല്ല, അങ്ങനെ കഴിക്കരുത്. നമ്മൾ കഴിച്ച് അത് ദഹിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ കഴിക്കാവൂ. അതാണ് അറ്റത് പോറ്റി ഉണിൻ. അറ്റത് പോറ്റി എന്ന് പറയാൻ കാരണം എന്താണ്? നമുക്കിപ്പോൾ വിശപ്പുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കഴിച്ച സാധനമല്ല നമുക്ക് ദഹിച്ചു പോയോ, അതിന് ശേഷം മാത്രം നമുക്കിപ്പോൾ കഴിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ, അതായത് നമ്മുടെ വയറ് തന്നെ പറയണം ഇനി കഴിച്ചോ, എനിക്ക് വേണം എന്ന് പറയുകയാണെങ്കിൽ മാത്രമേ കഴിക്കാവൂ. അങ്ങനെ കഴിക്കുന്നവർക്ക് ആ ശരീരത്തിന് മരുന്തിയന വേണ്ടാവാം യാക്കയ്ക്ക്. അങ്ങനെയാണെങ്കിൽ ആ ശരീരത്തിന് മരുന്ന് എന്ന് പറയുന്ന ഒന്നും ആവശ്യമേ ഇല്ല. കാരണം അതാണ് പ്രധാനം. നമ്മൾ കഴിക്കുന്നതിൽ എന്താണ് കഴിക്കുന്നത്, എപ്പോഴാണ് കഴിക്കുന്നത്, ഇതെല്ലാം ആണ് നമ്മുടെ ഏറ്റവും വലിയ ദോഷമുണ്ടാക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ പറയുന്നത് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. നമുക്ക് BP വരുന്നത്, ഷുഗർ വരുന്നത്, ഇനി കൊളസ്ട്രോൾ വരുന്നത്, ഒബിസിറ്റി വരുന്നത്, ഇതിനെല്ലാം കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ രോഗങ്ങളാണ്. അപ്പോൾ ഇത് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം ശരിയാവും. അത് തന്നെയാണ് വള്ളുവർ പറഞ്ഞിരിക്കുന്നത്. ഇത്രയും കാലങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം അത് പറയാണ്, നമുക്ക് ഭക്ഷണം കഴിക്കുന്നത് ദഹിച്ചതിന് ശേഷം മാത്രം കഴിച്ചാൽ മതി, അല്ല എങ്കിൽ ആ ശരീരത്തിന് മരുന്ന് ആവശ്യം വരും. കാരണം നമ്മൾ ഓവർ ഭക്ഷണം അകത്ത് പോകുമ്പോഴേക്കും അത് കിഡ്നി ആയാലും ശരി, ലിവർ ആയാലും ശരി, വയറിൽ വേറെ എന്ത് പ്രശ്നമായാലും ശരി, എല്ലാത്തിനും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് അറ്റത് പോറ്റി ഉണിൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ ദഹിച്ചതിന് ശേഷം മാത്രമേ ഭക്ഷണം കഴിക്കാവൂ. ഇല്ല, അങ്ങനെയുള്ള ശരീരത്തിനാണെങ്കിൽ മരുന്നെന്ന് പറയുന്ന ഒന്നും ആവശ്യമേ ഇല്ല എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. സാറല്ലേ മാധവ സാറേ? മരുന്നെന്നതേ വേണ്ട, നന്നായി ദഹിച്ചു പോവും അളവറിഞ്ഞതിനൊപ്പമുണ്ടാക്കുക. നന്നായി ദഹിച്ച് ഭക്ഷണമൊക്കെ നല്ലോണം ദഹിക്കുന്ന രീതിയിലാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ അതിന് മരുന്നിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. ജോർജ് സാർ ഉണ്ടോ? ഇംഗ്ലീഷ് പറഞ്ഞോളൂ. Good evening, sir. Thank you. Good evening to all. Thiruvallur Thirukkural, Part 2, Porutpal, Chapter 95, titled Medicine. Focus on health, diet, and disease prevention through moderation. It highlights that eating properly after digestion and with self-control removes the need for medicine. It emphasizes identifying the root cause of illness and practicing tempered eating to avoid diseases. Kural 942.
മരുന്തന വേണ്ടാവാം വ്യാക്കൈക്കു അരുന്തിയത് അറ്റത് പോറ്റി ഉണിൻ. മരുന്നെന്നതേ വേണ്ട, നന്നായി ദഹിച്ചു പോ, അളവറിഞ്ഞതിനൊപ്പമുണ്ടാൽ. If proper quantity is eaten as per hunger, after digestion of food taken earlier, there is no need of medicine to body. കുറൾ ഷദ്ദിമ പറഞ്ഞത്. 943 കുറളാണ്. അറ്റാൽ அளவறிந்து உண்க அஃது உடம்பு ഞാൻ ബ്രേക്കായി പോയോ? ബ്രേക്ക് പോയി, കുഴപ്പമില്ല സാർ, അടുത്ത. ഓക്കെ. அஃது உடம்பு பெற்றான் நெடிது உய்க்கும் ആറ്. അടുത്ത കുറളിലും അത് തന്നെയാണ് പറയുന്നത്. അറ്റാൽ അളവറിന്ത്, നമ്മളിപ്പോ ഭക്ഷണം കഴിച്ചത് ദഹിച്ചു കഴിഞ്ഞു, എന്നാൽ ദഹിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അധികം കഴിക്കരുത്. അപ്പോ എന്താണ് കഴിക്കുന്നത്? ചിലപ്പോൾ നമുക്ക് ടേസ്റ്റി ഫുഡ് ആണെങ്കിൽ നമ്മൾ അധികം കഴിക്കാറുണ്ട്, അത് നമുക്ക് ദോഷം ചെയ്യും. അങ്ങനെ ആവരുത്. എപ്പോഴും പറയുന്നത് നമ്മളിപ്പോ ഈ ടേസ്റ്റിന് അടിമയാവരുത്. അടിമയായി കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ഈ ടേസ്റ്റി ഫുഡ് കാണുമ്പോൾ നമുക്ക് അധികം കഴിക്കാൻ തോന്നും. അങ്ങനെ കഴിക്കരുത്. അതാണ് അറ്റാൽ ആറും അളവ് അറിந்து ഉൺക. അതായത് നമുക്ക് ഇതിന് തൊട്ട് മുന്നേ കഴിച്ച ഭക്ഷണം എന്താണോ കഴിച്ചത് അത് ദഹിച്ചതിന് ശേഷവും അളവ് അറിந்து ഉൺക, എത്ര നമുക്ക് കഴിക്കാൻ പറ്റും, അപ്പൊ അത് അറിഞ്ഞു വേണം കഴിക്കാൻ. അല്ലാതെ പെറ്റാൻ നെടിത് ഉയ്ക്കും ആറ്, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പെറ്റാൻ നെടിത് ഉയ്ക്കും ആറ്. അതായത് നമുക്ക് ഇവിടെ പറയുന്നത് വെച്ചാൽ നമ്മുടെ ഈ മനുഷ്യ ശരീരം എന്ന് പറയുന്നത് എപ്പോഴും ഒരു വലിയ സംഭവമാണ്. നമുക്ക് എപ്പോഴും ഇത് ഒരു പ്രാവശ്യമേ നമുക്കിത് കിട്ടൂ. ഇതിനെ നമ്മൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഇത് പലപ്പോഴും നമ്മുടെ ശരീരത്തിലെ ഒരു അംഗഹീനങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ നമ്മൾ ജനിക്കുന്നത് തന്നെ വലിയ കാര്യമാണ്. ഇത് തമിഴിൽ ഒരുപാട് പോയറ്റുകൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കവിമണി എടുക്കുകയാണെങ്കിൽ കവിമണി പറഞ്ഞിട്ടുണ്ട്, അരിത് അരിത് മാനിടരായി പിറത്തൽ അരിത് എന്ന് വെച്ചാൽ നമുക്ക് ഒരു മനുഷ്യനായി ജനിക്കുന്നത് തന്നെ ഒരു വലിയ വലിയ സംഭവമാണ്. അപ്പോ അങ്ങനെ നമുക്ക് കിട്ടിയ ഈ ശരീരത്തെ ഒരുപാട് കാലം, നീണ്ട കാലം നെടിത് ഉയ്ക്കും എന്ന് വെച്ചാൽ ഒരുപാട് കാലം നമുക്ക് ജീവിക്കാൻ പറ്റണമെങ്കിൽ അതൊരു ഭാഗ്യമാണ്. അപ്പോൾ അത്രയും കാലം ജീവിക്കാനുള്ള ഒരു വഴി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭക്ഷണം കഴിച്ച് ദഹിച്ചു കഴിഞ്ഞതിന് ശേഷം എത്ര കഴിക്കണം, അതിനൊരു അളവ് വേണം. ആ അളവിലേ കഴിക്കാവൂ, അതിനപ്പുറം കഴിക്കരുത്. എല്ലാ ദിവസവും ഒരു ദോശ അല്ലെങ്കിൽ 2 ദോശയാണ് കഴിക്കണമെന്നുണ്ടെങ്കിൽ അത്രയേ പാടുള്ളൂ, അതിനേക്കാൾ കൂടുതൽ പോകരുത്. അങ്ങനെ പോയി കഴിയുമ്പോൾ ശരീരം നമുക്കൊരു അത് ബോഡി എന്ന് പറയുമ്പോൾ അതൊരു ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ്. അത് നമ്മൾ തന്നെയാണ് അതിനെ ട്യൂൺ ചെയ്യേണ്ടത്. അപ്പൊ ആ ട്യൂണിങ്ങിലാണ് പ്രധാനപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത്. അത് എത്രത്തോളം കഴിക്കണം എന്നുള്ളത് നമ്മൾ ട്യൂൺ ചെയ്ത് വെച്ചതുപോലെ ചെയ്തില്ലെങ്കിൽ ബോഡിയിൽ വളരെ പ്രശ്നമുണ്ടാക്കും. ഇപ്പൊ നമുക്കറിയാം, ചിലപ്പോൾ 100 വയസ്സ്, 100-നപ്പുറം 101, 104 വയസ്സൊക്കെ ജീവിച്ചിരിക്കുന്നവരുണ്ട്. അവരൊക്കെ എത്രത്തോളം നമുക്ക് അതിശയം തോന്നും, അവരെല്ലാം എത്ര ബലവാനായി ജീവിക്കുന്നുണ്ട്. ഇന്നത്തെ കാലത്തുള്ള ജനറേഷൻസിനെ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും അവർക്ക് അത്രയും പറ്റില്ല. കാരണം അവരൊക്കെ അത്രയും അവർ കഴിക്കുന്നതിലും അവരുടെ ഒരു ശില കറക്റ്റ് ഇന്ന സമയത്ത് കഴിക്കണം, ഇന്ന സമയത്ത് അവർക്ക് പണിയെടുക്കണം, അത്രയും പണിയും എടുക്കുന്നുണ്ട്. അവരങ്ങനെ കഴിക്കൂ. വളരെ കുറച്ച് ആഹാരമേ കഴിച്ചാലും നല്ല ആഹാരമായിരിക്കും അവർ കഴിക്കുന്നത്. അതാണ് ഇവിടെ പ്രധാനമായി പറയുന്നത്. എന്ത് കഴിക്കണം, എത്ര കഴിക്കണം, അതും എപ്പോ കഴിക്കണം. നമ്മൾ ഭക്ഷണം കഴിച്ച് അത് തൊട്ട് മുന്നേ കഴിച്ചത് എന്താണ് എന്ന് നല്ലപോലെ അറിഞ്ഞ് അത് ദഹിച്ചതിന് ശേഷം മാത്രമേ കഴിക്കൂ. അങ്ങനെ കഴിക്കുന്നവർക്കാണെങ്കിൽ ഒരുപാട് കാലം ജീവിച്ചിരിക്കാൻ പറ്റും. അങ്ങനെ കഴിക്കുന്ന അതാണ് ഇങ്ങനെ കുറെ കാലം ജീവിക്കാനുള്ള ഒരു മാർഗം എന്നാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു. ഞാൻ പറയാം. അറ്റാൽ அளவறிந்து உண்க அகது உடம்பு பெற்றான் நெடுது உய்க்கும் ஆறு. അറ്റാൽ
നേരത്തെ ഉണ്ടത് നന്നായി ദഹിച്ചു കഴിഞ്ഞാൽ അളവറിയുന്നത് ദേഹത്തിന് ഇണങ്ങുന്ന അളവ് മനസ്സിലാക്കി ഉൺക ഭക്ഷിക്കുക. അകത് അങ്ങനെ ചെയ്യുന്നത് ഉടമ്പ് ലഭിക്കാൻ പ്രയാസമേറിയ മനുഷ്യ ശരീരം പെറ്റാൻ ഭാഗ്യവശാൽ കൈവന്നവൻ നെടുത് ദീർഘകാലം ഉയിക്കുമാറ് ജീവിക്കുമാറ് ഉള്ള മാർഗമാകുന്നു. അതായത് തിരുവള്ളുവർ ഇനി പറയുന്ന അടുത്തതിലും ഇത് തന്നെയാണ്. ദഹനത്തെ കുറിച്ചാണ് മെയിനായിട്ട്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനമാണ് വയറ്. വയറിന്റെ പിന്നെ ദഹനക്രിയയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് അതിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ അസുഖങ്ങളും ഉണ്ടാകുന്നത്. ശരീരമാദ്യം ഗലു ധർമ്മസാധനം എന്താണല്ലോ പറയാറ്. ചുമരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റൂ. ധർമ്മ നിർവഹണത്തിനുള്ള ഉപകരണമായ ശരീരത്തിന് യാതൊരു അസുഖവുമില്ലാതെ ആരോഗ്യ ദൃഢഗാത്രനായി ഈ ഭൂമിയിൽ ദീർഘകാലം ജീവിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ കഴിക്കുന്ന ഭക്ഷണം അമിതവും ദഹനത്തിന് നിരക്കാത്തതും ആകാതെ ശ്രദ്ധിച്ചേ പറ്റൂ. ദഹിക്കുന്നതെന്തോ അത് പാകമറിഞ്ഞ് ഒട്ടും അധികമാവാതെ കഴിക്കുകയാണ് വേണ്ടത്. ദഹനത്തിൽ അളവറിഞ്ഞു ഉണ്ണുക. തൻ്റെ മെയ് ഭുവനത്തിൽ നീണ്ടനാൾ വാഴാൻ. ഓവർ. Thank you, sir. Kural 943. Know the power of digestion and eat. That is the way to long life of healthy man. Couplet 943 of the Tirukural emphasizes that longevity is not determined by what we eat, but by our body's ability to process it. Valluvar suggests that a healthy man is one who respects his digestive fire, ensuring the previous meal is fully transformed before introducing new food. The Ashtanga Hridayam mirrors this wisdom through the concept of Agni, digestive fire, which it considers the very source of life and vitality. It teaches that if we eat without appetite, or when the previous food is undigested, we create ama, a toxic byproduct that clogs the body's channels. For example, the text warns against Adyashana, eating again before the last meal is digested, comparing it to adding fresh wood to a fire that is already struggling to burn. By waiting for the power of digestion to return, usually signaled by a feeling of lightness and clear hunger, the body can effectively nourish all tissues. This discipline prevents the By waiting for the power of digestion to return, usually signaled by a feeling of lightness and clear hunger, the body can effectively nourish all tissues. This discipline prevents the formation of metabolic waste, which is the root cause of most chronic illness. Ultimately, the secret to a long life lies in the simple, mindful act of honoring the internal fire's rhythm. Thank you. തൊള്ളായിരത്തി 44 குறள். அற்றது அறிந்து கடைபிடித்து മാറല്ല തുയ്ക്ക തുവറപ്പസിത്ത്. അതായത് നമ്മളിപ്പോൾ കഴിക്കാനിരിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറ് എത്രത്തോളം പറ്റും എന്നുള്ളത് അറിഞ്ഞു വേണം കഴിക്കാൻ.
അപ്പോൾ ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ശരിക്കും ഈ വ്രതമൊക്കെ എടുക്കുന്നവര് ഉച്ചയ്ക്ക് കഴിക്കില്ല, രാവിലെ കഴിക്കില്ല, രാത്രി ഒരു നേരമായിരിക്കും കഴിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ 2 നേരം കഴിക്കാത്തതിന്റെ വിശപ്പ് കാണും. അപ്പോൾ ആദ്യമേ കയറി ഒരു ഹാർഡ് ഫുഡ്, അതായത് ഡൈജഷൻ ആകാൻ പാടായ എന്തെങ്കിലും ഒരു ഫുഡ് കഴിക്കുകയാണെങ്കിൽ അവർക്കത് വലിയ ദോഷം ചെയ്യും. അപ്പോൾ വയർ അത് അക്സെപ്റ്റ് ചെയ്യാൻ പാടാണ്. കാരണം ഇത്രയും സമയം അതിൽ വെള്ളം പോലും കിട്ടാതിരുന്നിട്ട്. അതുകൊണ്ടാണ് ആദ്യം ഒരു ലൈം ജ്യൂസോ അല്ലെങ്കിൽ ലൈറ്റായിട്ട് എന്തെങ്കിലും ജ്യൂസ് കഴിച്ച് കുറച്ച് വെള്ളം കുടിച്ച് അതിന് ശേഷം മാത്രമേ കഴിക്കാവൂ. ഇതിപ്പോൾ ഇന്ന് നമുക്ക് ഡോക്ടേഴ്സ് പറഞ്ഞു തരുന്നതാണ് ഇതെല്ലാം. ഇനി അസിഡിറ്റിയും പിന്നെ വയറിൽ അൾസർ പോലുള്ളവരാണെങ്കിൽ രാവിലെ മുതൽ ഒന്നും കഴിക്കാതിരിക്കുകയാണെങ്കിൽ അവർക്ക് തൊണ്ട, വായിലൊക്കെ പുണ്ണു വരും. അപ്പൊ അതിനനുസരിച്ച് അവർ എന്ത് ചെയ്യണം? ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക, അങ്ങനെ എന്തെങ്കിലും ലൈറ്റ് ഫുഡ് എന്തെങ്കിലും കഴിക്കുക, അങ്ങനെ വേണമെന്ന് പറയാറുണ്ട്. ഇതെല്ലാം ഇന്നത്തെ പല പല ഡോക്ടേഴ്സിന്റെ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ഇതെല്ലാം കൊണ്ടാണ് നടന്നത്. എന്നാൽ വള്ളുവർ ആ കാലത്ത് ഒന്നും തന്നെ അങ്ങനെയുള്ള കണ്ടെത്തലുകളൊന്നും ഇല്ലാതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ജ്ഞാനിയായിട്ട് വേണം നമ്മൾ വള്ളുവരെ കരുതാൻ. കാരണം അത്രയ്ക്കുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതും അറ്റത് അറിന്ത് എന്ന് വെച്ചാൽ നമ്മൾ തൊട്ട് മുൻപ് കഴിച്ചത് എന്താണെന്ന് അറിഞ്ഞ് അത് ദഹിച്ചു കഴിഞ്ഞു എന്ന് നമ്മൾ ഫുൾ ദഹിച്ചു കഴിഞ്ഞു എന്ന് അറിഞ്ഞതിന് ശേഷം കഴിക്കാനിരിക്കുകയാണ്. അപ്പൊ അത് കടൈപിടിത്ത് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഈ ശീലമാക്കണം. ഇന്ന സമയത്ത് കഴിക്കുക, ഇന്ന സമയത്ത് ഇത്ര സമയം എടുത്ത് കഴിക്കുക, അതിനെല്ലാം ഒരു ടൈമുണ്ട്, അങ്ങനെ കഴിക്കാവൂ. അപ്പൊ അത് അറിഞ്ഞിട്ട് മാറല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരത്തിന് ശരിയാകാത്ത, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ലൈറ്റ് ഫുഡ് എടുക്കുക, അതല്ലാതെ ഹെവി ഫുഡ് എടുക്കുകയാണെങ്കിൽ അത് ഒരിക്കലും പെട്ടെന്ന് ദഹിക്കില്ല. അപ്പൊ അത് ആദ്യമേ നമ്മൾ ഇതുവരെ ഒന്നും കഴിക്കാതിരുന്നിട്ട് പെട്ടെന്ന് നമ്മൾ അത് കഴിക്കുമ്പോൾ അത് നല്ലതല്ല. ഇനി നമുക്ക് വിശപ്പുണ്ട്, ദഹിച്ചു കഴിഞ്ഞ് നല്ല വിശപ്പുണ്ട്. അപ്പോൾ എന്ത് ചെയ്യരുത്? നമ്മുടെ ശരീരത്തിന് അറിയാം ഇന്നത് കഴിച്ചാൽ എനിക്ക് ഇന്നത്തെ ദിവസം പോയി അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. അറിഞ്ഞു കഴിഞ്ഞിട്ട് എന്തിനാ അത് കഴിക്കരുത്. ചിലപ്പോൾ നമ്മൾ അത് ടേസ്റ്റ് കാരണം കഴിക്കും. അതുകൊണ്ടാണ് തുവരപ്പസിത്ത് എന്ന് പറഞ്ഞാൽ വളരെ നല്ല വിശപ്പാണ്. അധികം വിശപ്പുള്ളപ്പോൾ നമ്മൾ അധികം കൂടുതൽ കഴിക്കാൻ നമുക്ക് തോന്നാറുണ്ട്. അങ്ങനെ കഴിക്കരുത്. അങ്ങനെ കഴിക്കുകയാണെങ്കിൽ ഇത്രയും നേരം ചിലപ്പോൾ ഡയറ്റ് എടുക്കുന്നവർ കാണും. അപ്പോൾ അവർ പറയുന്നത് ഇത് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ എന്ന് യൂട്യൂബിൽ ഒരുപാട് വരുന്നുണ്ട്. പലർക്കും അത് ദോഷം ചെയ്യുന്നുണ്ട്, ഫലം ചെയ്യുന്നവരുമുണ്ട്. പക്ഷേ ഡോക്ടേഴ്സൊക്കെ പറയുന്നത് നിങ്ങൾ യൂട്യൂബ് നോക്കിയൊന്നും ചെയ്യരുത്. പക്ഷെ അതിലും ഒരുപാട് പേര് അത് പിന്തുടർന്ന് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന, ഫോളോ ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട്. അപ്പൊ അതിൽ പറയുന്ന ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ അവർ പറഞ്ഞു തരുന്ന, ഡോക്ടേഴ്സ് പറഞ്ഞു തരുന്നതാണെങ്കിൽ നിങ്ങളത് ഈ ഫാറ്റ് ഒക്കെ കുറയണമെന്നുണ്ടെങ്കിൽ അതുപോലെ നല്ല കൊളസ്ട്രോൾ ഉണ്ടാക്കുന്ന സാധനം കഴിച്ച് വേണം കുറയ്ക്കാൻ. എന്നാൽ പലരും അത് കഴിക്കാതിരുന്നിട്ട് ഒരു 16-18 മണിക്കൂർ വരെ ഒന്നും കഴിക്കൂല. അത് കഴിഞ്ഞിട്ട് കഴിക്കുന്നതാണ് പ്രധാനം. അവിടെ അധികം കഴിക്കുമ്പോൾ ഒരുപാട് പ്രശ്നമുണ്ടാക്കും. അതാണ് ഇവിടെ പറഞ്ഞത്. മാറല്ല തുവരപ്പസിത്ത് എന്ന് പറഞ്ഞാൽ അധികം, വളരെ നല്ല വിശപ്പുണ്ട്, ആ സമയത്ത് നിങ്ങൾ അധികം കഴിക്കരുത്. അതാണെങ്കിൽ മാറല്ല എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. അതായത് നിങ്ങളുടെ ശരീരത്തിന് അലർജിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും എന്നറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഗ്യാസ് ഉണ്ടാക്കുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് ശരിയാവില്ല എന്നുണ്ടെങ്കിൽ അത് കഴിക്കരുത്. എത്ര വിശപ്പുണ്ടെങ്കിലും എത്ര രുചി ഉണ്ടെങ്കിലും കഴിക്കരുത് എന്നാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു. അറ്റതറിந்து കടൈപ്പിടിത്ത് മാറല്ല തുവരപ്പസിത്ത്. നന്നായി ദഹിക്കൽ വിരുദ്ധമല്ലാത്തവ ഉണ്ണുക നന്നായി പശിച്ചാൽ. ഇനി ഓരോ വാക്കായിട്ട് പറഞ്ഞുതരാം. അറ്റതറിந்து ആദ്യം കഴിച്ച ഭക്ഷണം നന്നായി ദഹിച്ചു കഴിഞ്ഞു എന്നറിഞ്ഞ്, എന്നിട്ട് രണ്ടാമത്തെ വരയിലെ രണ്ടാമത്തെ വാക്ക് തുവരപ്പസിത്ത്, വീണ്ടും നന്നായി പശിച്ചാൽ മാത്രം, വിശപ്പിന് എന്തെങ്കിലും കഴിച്ചേ തീരൂ എന്ന് വരുമ്പോൾ മാത്രം. ആദ്യത്തെ വരിയിലെ അവസാനത്തെ വാക്ക് മാറല്ല, വിപരീത ഗുണമില്ലാത്ത ഭക്ഷണം. അത് ആദ്യത്തെ വരിയിലെ മൂന്നാമത്തെ വാക്ക് കടൈപ്പിടിത്ത്, നിർബന്ധശീലത്തോടെ. രണ്ടാമത്തെ വരിയിലെ ആദ്യത്തെ വാക്ക് തുയ്ക്ക, കഴിക്കുക.
ആദ്യം കഴിച്ച ഭക്ഷണം നന്നായി ദഹിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിലാവുമ്പോൾ വീണ്ടും കഴിക്കുക. നല്ല വിശപ്പ് തോന്നുക എന്നതാണ് അതിനുള്ള സൂചന. കഴിക്കുന്നത് ഇണങ്ങുന്ന പദാർത്ഥങ്ങളെ ആകാവൂ. പരസ്പര വിരുദ്ധങ്ങളായ ഇനങ്ങൾ ഒപ്പം കഴിക്കരുത്. ശരീരസ്ഥിതിക്കും കാലാവസ്ഥയ്ക്കും ഇണങ്ങാത്തതും രസവീര്യങ്ങളിൽ തമ്മിൽ ചേരാത്തവയും ആയ ഭക്ഷണവസ്തുക്കൾ ഒഴിവാക്കണം. ഉദാഹരണത്തിന് പാലും മോരും അടുപ്പിച്ച് കഴിക്കുക, തേനും നെയ്യും ചേർത്ത് കഴിക്കുക, ഇതൊക്കെ നിഷിദ്ധമാവുന്നു എന്നാണ് കവി രമേശൻ നായർ അതിന്റെ ഒരു വിശദാംശം നൽകിയിരിക്കുന്നത്. നന്നായി ദഹിക്കിൽ വിരുദ്ധമല്ലാത്തവ ഉണ്ണുക, നന്നായി പശിച്ചാൽ. ഓവർ. കുറൽ 9:44 അറ്റതു അറിന്തു കടൈ പിടിത്തു മാറുവല്ല തുവര പശുത്തു നന്നായി ദഹിക്കിൽ വിരുദ്ധമല്ലാത്തവ ഉണ്ണുക, നന്നായി പശിച്ചാൽ. Knowing digestion level of what eaten before. After feeling hunger, take harmonious food. This scroll emphasizes the importance of mindful eating and digestion for maintaining good health. Dietary care. Select foods that are agreeable to your body and digest easily. Actionable advice. Ensure the body truly feels hunger before eating again. Thank you. Over, sir. 945 കുറൾ. മാറുപാട് ഇല്ലാതെ ഉണ്ടി മറുത്ത് ഉണ്ണിൻ ഊറുപാട് ഇല്ലൈ ഉയിർക്ക്. അതായത് നേരത്തെ പറഞ്ഞല്ലോ, 3 ഇത് നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുന്നതാണ് ഈ 3 അതായത് വാതം, പിത്തം, കഫം. ഈ 3 വരാതിരിക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. എന്നാൽ ഈ 3 നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ട്. അത് ഉറപ്പായും നമ്മുടെ ഭക്ഷണം ക്രമീകരിച്ചില്ലെങ്കിൽ ഈ 3 വരും. അപ്പൊ അത് മാറുപാട് ഇല്ലാതെ ഉണ്ടി എന്ന് വെച്ചാല് ഈ വാതം, പിത്തം, കഫം ഈ 3 വരാതെ കാക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇപ്പൊ ഓരോരുത്തരുടെ ശരീരത്തിനും ശരീരപ്രകൃതങ്ങളും മാറും. ഇപ്പൊ എനിക്കുള്ളത് പോലെ മറ്റുള്ളവർക്ക് കാണണമെന്നില്ല. അപ്പൊ ഞാൻ കഴിക്കുന്നുണ്ട്, ഈ ഭക്ഷണം എനിക്ക് പറ്റുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ കഴിച്ചേ പറ്റൂ എന്ന് എൻ്റെ ഫ്രണ്ട്സിനോട് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എനിക്ക് ശരിയാവുന്നത് അവർക്ക് ശരിയാകണമെന്നില്ല. കാരണം ഓരോരുത്തരുടെ ശരീരപ്രകൃതം അങ്ങനെയാണ്. ചിലർക്ക് തൈര് കഴിച്ചാൽ ഒന്നും ചെയ്യില്ല, ചിലർക്ക് അങ്ങനെയല്ല, തൈര് കഴിക്കുമ്പോൾ വളരെ പ്രശ്നം ഉണ്ടാക്കും. ചിലർക്ക് പാൽ അലർജിയാണ്. ഇനി അത് മാത്രമല്ല, നമ്മുടെ അരിയിൽ പോലും ചില അരി കഴിക്കുന്നത് ചിലർക്ക് വയറിന് പ്രശ്നം ഉണ്ടാക്കും. ഇപ്പൊ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ പൊന്നി അരിയാണ്. ഈ പൊന്നി അരി കഴിക്കുന്നവർക്ക് ഇവിടുത്തെ മട്ട അരി കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകും. അപ്പൊ നമ്മുടെ ശരീരം നമുക്കേ അറിയൂ. അപ്പൊ അങ്ങനെ ആവുമ്പോൾ ആ ശരീരപ്രകൃതത്തിന് ഒത്ത അല്ലെങ്കിൽ ഈ 3 വാതം, പിത്തം, കഫം ഈ 3 വരാത്ത രീതിയിലുള്ള ഭക്ഷണം ഏതാണ് എന്ന് അറിഞ്ഞു കഴിക്കണം. അത് അറിയാതെ മാറുപാട് ഇല്ലാതെ ഉണ്ട്, ഇത് നമ്മുടെ ശരീരത്തിന് ഒന്നും ചെയ്യില്ല എന്ന് അറിഞ്ഞ് അങ്ങനെയുള്ള ഭക്ഷണം കഴിക്കണം. അത് മറുത്ത് ഉണ്ണിൻ. ഏത് മറുത്ത്? ഈ 3 ഇതും ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനെ വേണ്ട എന്ന് വെക്കുകയാണെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ട്. ഞാൻ ഈ ത്രോട്ട് ഇൻഫെക്ഷൻ വെച്ചുകൊണ്ട് ഐസ്ക്രീം കഴിക്കുകയാണെങ്കിൽ എൻ്റെ ത്രോട്ട് ഇൻഫെക്ഷൻ കൂടും, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്നതാണ് തെറ്റ്. എന്താണ്? എനിക്കറിയാം ഈ ത്രോട്ട് ഇൻഫെക്ഷൻ എനിക്കുണ്ട്, ഇത് തണുത്തതാണ്, ഈ ഐസ്ക്രീം ഞാൻ കഴിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് എനിക്ക് പ്രശ്നം വരുമെന്ന്. അപ്പൊ അവിടെ ഞാൻ എന്താണ്, എനിക്ക് മാറുപാട്, അതായത് എൻ്റെ ശരീരത്തിന് ചേരാത്ത ഒരു ഫുഡാണ് ഐസ്ക്രീം, അത് ഞാൻ എന്തുകൊണ്ട് കഴിക്കുന്നു? അപ്പൊ അതൊക്കെ ഞാൻ അവോയ്ഡ് ചെയ്യണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. അപ്പൊ അങ്ങനെ മറുത്തു ഉണ്ണിൻ, അത് വേണ്ട എന്ന് പറഞ്ഞ് ബാക്കിയുള്ള നമുക്ക് ശരീരത്തിന് എന്താണോ ചേരുന്നത് അത് മാത്രം ഭക്ഷിക്കുകയാണെങ്കിൽ ഊറുപാട് ഇല്ലൈ ഉയിർക്ക്. അങ്ങനെയാണെങ്കിൽ ഈ ശരീരത്തിനും ഈ ജീവനും ഒരു പ്രശ്നവും വരില്ല.
ഒരുപാട് കാലം ജീവിക്കാനും കിട്ടും. ഒരു രോഗവും വന്നു ചേരില്ല. അപ്പൊ ഭക്ഷണത്തിൽ ക്രമീകരിക്കുക എന്നുള്ളതാണ് പ്രധാനമായി ഈ അധികാരത്തിൽ പറയുന്നത്. കാരണം നമ്മുടെ കയ്യിലാണ് നമ്മുടെ ശരീരമുള്ളത്. എപ്പോഴും നമ്മളാണ് അത് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ ഷുഗർ പേഷ്യന്റ് ആണെങ്കിൽ ഒരുപാട് ഷുഗറോ അല്ലെങ്കിൽ ഷുഗർ കൂട്ടുന്ന ട്രിഗർ ചെയ്യുന്ന ഭക്ഷണങ്ങളുണ്ട്, അതൊന്നും കഴിക്കരുത്. അത് കഴിക്കുകയാണെങ്കിൽ അപ്പൊ നമ്മളാണല്ലോ നമ്മുടെ ആ ശരീരത്തിലെ പ്രശ്നം ഉണ്ടാക്കി വെക്കുന്നത്. അതാണ് ഈ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് അല്ലാതെ അത് മാറുപാട് ഇല്ലാതെ എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള ഭക്ഷണങ്ങളാണ്. നമ്മുടെ ശരീരത്തിന് അലർജി ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്, പനി ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളുണ്ട്. അതായത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ, ഇന്നത് കഴിച്ചു കഴിഞ്ഞാൽ, തണുത്തത് കഴിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല, അല്ലെങ്കിൽ ഇനി ചിലർക്ക് ചൂട് ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ നോക്കി വേണം കഴിക്കാൻ. അപ്പൊ അത് അങ്ങനെ നമ്മളത് നമുക്ക് വേണ്ടാത്തതൊക്കെ നമ്മൾ ഒതുക്കി വെക്കുകയാണെങ്കിൽ ഊറുപാടില്ല ഉയർക്ക്. ഊറുപാട് എന്ന് പറയുന്നത് രോഗമില്ല, ജീവൻ ഒരുപാട് കാലം നീണ്ടു നിൽക്കാനും പറ്റും, ഒരു നീണ്ട ആയുൾ നമുക്ക് കിട്ടും എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. 1945 മാറുപാടില്ലാതെ ഉണ്ടി മറുത്ത് ഉണ്ണിൻ ഊറുപാടില്ല ഉയർക്ക്. അവിടെ ഒരു പ്രാസമാണ് മാറുപാട്, ഊറുപാട്. വള്ളുവരുടെ കുറവുകളുടെ മിക്കവാറും ഇതിടത്ത് വാക്കുകൾ ഉപയോഗിക്കുന്ന ആ തരത്തിലാണ് വന്ന് വീഴുന്നത്. മാറുപാടില്ലാതെ വാത, പിത്ത, കഫ പ്രകൃതങ്ങൾക്ക് വിരുദ്ധമല്ലാത്ത ഉണ്ടി ഭക്ഷണം മറുത്ത് തനിക്ക് ആവശ്യമുള്ളത് മാത്രം അജീർണത്തിനും രോഗത്തിനും ഇടയാകാത്ത വണ്ണം ഉണ്ണിൻ കഴിക്കുകയാണെങ്കിൽ ഉയിർക്ക് ജീവന് ഊറുപാട് രോഗങ്ങളാലുള്ള ദുരിതം ഉണ്ടാവുന്നില്ല. പരസ്പര വിരുദ്ധമായ ഗുണങ്ങളുള്ള ഭക്ഷണം ഒരുമിച്ച് കലർത്തി കഴിക്കരുത് എന്ന് പറഞ്ഞല്ലോ. യോജ്യമായത് മാത്രമേ കഴിക്കാവൂ. രുചിയോടുള്ള പ്രതിപത്തി കാരണം അധികമായി കഴിക്കുന്നത് ഹാനികരമാണ്. അവിടെയാണ് മനസ്സിൻ്റെതായ നിയന്ത്രണം വേണ്ടത്. അങ്ങനെ യോജിക്കുന്ന ഭക്ഷണം അളവിന് മാത്രം കഴിച്ച് ശീലിക്കുന്നവരുടെ ജീവന് രോഗമോ മറ്റ് പരാധീനതകളോ ഒന്നും ഉണ്ടാവുന്നില്ല. അവിരുദ്ധ ഭോജ്യം നിയന്ത്രിച്ചേ ഉണ്ണുകിൽ ഉയിരിനില്ലൊരു രോഗദുഃഖം എന്ന് കവി രമേശൻ നായർ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. Oral 945. മാറുപാടു ഇല്ലാതെ ഉണ്ടി മറുത്തു ഉണ്ണിൻ ഊറുപാറു ഇല്ലൈ ഉയർക്കു. അവിരുദ്ധ ഭോജ്യം നിയന്ത്രിച്ചേ ഉണ്ണുകിൽ ഉയിരിനില്ലൊരു രോഗദുഃഖം. If harmonious food is taken without exceeding amounts and in measurement, no illness comes to man. Kural 945 focuses on the benefits of eating only after the previous meal has been digested, emphasizing moderation and careful selection of food to prevent illness. If a person eats in moderation food that does not disagree with their body, there will be no danger to their life. Key health principle. It asserts that if you follow this dietary restriction, eating nutritious food in moderation and only when hungry, no disease will strike, ensuring long life and well-being. Over. Thank you. 946 കുറൾ. ഇഴിവ് അറിந்து உண்பான் கண் இன்பம் போல் நிற்கும் കഴിപേർ ഇരയാൻ കൺ നോയ്. തൊട്ട് നമ്മളിപ്പോ അതിന് മുന്നേയുള്ള കുറളിൽ പറഞ്ഞു, നമുക്ക് ദഹിച്ചു കഴിഞ്ഞു, ഭക്ഷണം കഴിക്കും, നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിന് പറ്റുന്നത് ഇത് നോക്കിയിട്ടാണ് നമ്മൾ കഴിക്കേണ്ടതെന്ന് പറഞ്ഞു. എന്നാൽ എത്രത്തോളം കഴിക്കണം, അളവ് കുറച്ചേ കഴിക്കാവൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെയും അതാണ് പറയുന്നത്. എപ്പോഴും നമ്മളിപ്പോ കഴിക്കുന്ന ആഹാരം കുറവ് ആണ്, ഇത് ഇത്രയും മതി എന്ന് അറിഞ്ഞ് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇന്നതെല്ലാം എനിക്ക് വേണ്ട, ഇതെനിക്ക് ദോഷം ചെയ്യും, ഞാനിത് കഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് ഉണ്ടാക്കും, അല്ലെങ്കിൽ എനിക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ടാക്കും, അല്ലെങ്കിൽ എനിക്ക്
കാലിന് വാദത്തിന്റെ പ്രശ്നം വരും. ഇങ്ങനെയാണെങ്കിൽ ഈ വാദം, പിത്തം, കഫം ഈ മൂന്നും ഉണ്ടാക്കാത്ത, ഈ മൂന്നും വരാത്ത, അല്ലെങ്കിൽ ഇത് മൂന്നിനെയും ചെറുക്കുന്ന ഭക്ഷണം ഏതാണോ അത് വേണം കഴിക്കാൻ. അത് അറിഞ്ഞ് കഴിക്കുമ്പോൾ ചിലപ്പോൾ രുചിക്കുറവ് കാണാം, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിച്ച ഒരു സാധനമായിരിക്കും നമ്മൾ ഇപ്പോൾ കഴിക്കാൻ പറ്റാതെ വരുന്നത്. അപ്പൊ അത് വേണ്ട എന്ന് വയ്ക്കുന്നതിൽ തെറ്റില്ല. അത് അറിഞ്ഞ് അങ്ങനെ കഴിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ എപ്പോഴും എന്ത് കാണും? ഇൻപം എന്ന് പറഞ്ഞാൽ സന്തോഷം നിലനിൽക്കും. എപ്പോഴും സന്തോഷം കാണും. കാരണം അദ്ദേഹത്തിന് ശരീരം ഏൽക്കാത്ത, അല്ലെങ്കിൽ ശരീരത്തിന് പിടിക്കാത്ത ഒന്നും തന്നെ കഴിക്കുന്നില്ല. ചിലപ്പോൾ നമ്മുടെ മനസ്സും ശരീരവും തമ്മിൽ വളരെ ബന്ധമുണ്ട്. ചിലപ്പോൾ നമ്മുടെ മനസ്സ് പറയും, ഈ ബുദ്ധിയും മനസ്സും ഒരിക്കലും ചേർന്ന് പോവില്ല. ബുദ്ധി പറയുന്നത് മനസ്സ് കേൾക്കില്ല, മനസ്സ് പറയുന്നത് ബുദ്ധി കേൾക്കില്ല. അതാണ് എപ്പോഴും ഉള്ളത്. അതാണ് നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം. ചിലപ്പോൾ ബുദ്ധി പറയും നീ ചെയ്യുന്നത് തെറ്റാണ്, ഇത് ചെയ്യരുതെന്ന് പറയും. എന്നാൽ നമ്മുടെ മനസ്സ് പറയും എൻ്റെ മനസ്സിന് ഇതാണ് ഇഷ്ടപ്പെട്ടിരിക്കുന്നത്, ഞാൻ ഇത് ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇത് കഴിക്കും. അപ്പൊ അങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, എഴിവ് അറിந்து ഉൺപാൻ. എഴിവ് അറിഞ്ഞ് കുറവാണ്, ഇത് ഇത്രയും മതി, ഇങ്ങനെ കുറച്ച് ഫുഡ് കഴിക്കുന്നതാണ് എനിക്ക് നല്ലത് എന്ന് അറിഞ്ഞ് അങ്ങനെ ഉണ്ണുന്നവൻ, അല്ലെങ്കിൽ അങ്ങനെ ഭക്ഷണം കഴിക്കുന്നവന്റെ അവന് എപ്പോഴും ഇൻപമ്പോൾ, എപ്പോഴും സന്തോഷം കാണും. അതുപോലെ ഇവൻ എങ്ങനെയാണോ സന്തോഷം എപ്പോഴും ജീവിതത്തിൽ കാണുന്നത്, അതുപോലെ നിൽക്കും കഴി പേരിരയാൻ കണ്ണോയ്. പക്ഷെ ചിലരെന്ത് ചെയ്യും? എന്ത് വേണമെങ്കിലും കഴിക്കും. എത്ര വേണമെങ്കിലും കഴിക്കും. അത് വിശപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും. ചിലപ്പോ ഈ ചില കുടുംബത്തിലുള്ള ചില സ്ത്രീകൾ ചെയ്യുന്ന പണി, മക്കൾ കഴിച്ചിട്ട് ബാക്കി വെക്കും, കളയണ്ട, ഇത് ഇത്രയല്ലേ ഉള്ളൂ, എത്ര കാശ് കൊടുത്ത് വാങ്ങിയ സാധനമാണ് എന്ന് പറഞ്ഞ് കഴിക്കും. ശരിക്കും പറഞ്ഞാൽ അവരുടെ വയറ് വേസ്റ്റ് ബോക്സ് പോലെയാണ്. കാരണം എല്ലാം ഈ മക്കളിടുന്ന വേസ്റ്റുകളെല്ലാം എടുത്ത് കഴിക്കും. ഇത്ര രൂപ കൊടുത്ത് വാങ്ങിച്ചത്. പക്ഷെ അവർ ചിന്തിക്കുന്നില്ല, ഇത്രയും രൂപ കൊടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു 10-20 രൂപയുടെ ഇതായിരിക്കും, ഭക്ഷണമായിരിക്കും നമ്മൾ കളയുന്നത്. എന്നാൽ നമ്മുടെ വയറിന് വരുന്ന പ്രശ്നം കാരണം നമ്മൾ ഒരുപാട് കാശ് ഹോസ്പിറ്റലിൽ കൊടുക്കണം, വേദനയും അനുഭവിക്കണം, കാശും കൊടുക്കണം. ഇത് ചിന്തിക്കാതെ പലരും ചെയ്യും. അപ്പൊ അങ്ങനെയുള്ളവരാണെങ്കിൽ എപ്പോഴും നിൽക്കും കഴിപേരിരയാൻ. കഴിപേരിരയാൻ അധികം, കഴി എന്ന് പറയുമ്പോൾ കൂടുതൽ എന്നുള്ള മീനിങ് ഉണ്ട്. പേരിറിയാൻ എന്ന് പറഞ്ഞാൽ ഈ പേരെന്ന് പറയുന്നത് തന്നെ തമിഴിൽ ഒരുപാട്, അതായത് വളരെ കൂടുതൽ എന്നാണ്. വളരെ കൂടുതൽ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇര എന്ന് പറയുന്നത് ഭക്ഷണം. അത് ചിലപ്പോൾ നമുക്ക് പറയും ഈ മൃഗങ്ങൾക്കാണ് ഭക്ഷണം കൊടുക്കുന്നതിന് ഇര എന്ന് പറയുന്നത്. അപ്പോ എപ്പോഴും ഈ ചില കുട്ടികൾ എപ്പോഴും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അത് തമിഴ് പറയാറുണ്ട്, അരച്ചിക്കിട്ടേ ഇരിക്ക, ഇരയെ അരച്ച മാതിരി അരച്ചിട്ടിരിക്ക എന്ന് പറയും. കാരണം കൂടുതൽ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അത് അത്ര നല്ല ശീലമല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ ഇതും വള്ളുവർ അതാണ് പറയുന്നത്, അങ്ങനെ ഇരയാണ് എന്ന് പറയുമ്പോൾ മോശമായി പറയുന്നതാണ്. ഒരുപാട് കഴിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവന് എപ്പോഴും എന്തായിരിക്കും? അസുഖമായിരിക്കും, രോഗമായിരിക്കും. അവൻ നിത്യരോഗിയാവും, അത് സംശയമില്ല. അതാണ് നേരത്തെ അവർക്ക് ഈ ഭക്ഷണം അറിഞ്ഞ് ഭക്ഷണം കഴിക്കുന്നവനാണെങ്കിൽ അവൻ എപ്പോഴും സന്തോഷം നിൽക്കും. അതുപോലെ ഇവൻ എപ്പോഴും രോഗം നിൽക്കും. ഇവൻ എപ്പോഴും എന്ത് വേണമെങ്കിലും കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അവന് രോഗം നിൽക്കും എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. 946 இழிவறிந்து உண்மான்கண் இன்பம் போல் நீர்க்கும் കഴിവേർ ഇരയാൻകൺ നോയ്. അളവ് അറിഞ്ഞ് ഉന്മോനിൽ ആനന്ദം പോൽ നിൽക്കൂ, അധികം ഉണ്ണോനിൽ അസുഖം. ഇഴിവറിந்து കുറയുന്നത് നല്ലത് തന്നെ എന്ന് മനസ്സിലാക്കി ഉൺപാൻ കൺ അതനുസരിച്ച് ഉണ്ണുന്നവന് ഇൻപം പോൽ സ്വാസ്ഥവും ആനന്ദവും ഉണ്ടാകുന്നത് പോലെ കഴിപേരിരയാൻ കൺ താങ്ങാവതിലും അധികം വലിയ ഇരയെ വീഴുന്നവന്റെ ഭാഗത്ത് അത്രയ്ക്കധികം ഭക്ഷിക്കുന്നവനിൽ നോയ് രോഗങ്ങളും നിൽക്കും, വിട്ടൊഴിയാതെ നിൽക്കും. എത്രയും മിതമായോ അതിൽ കുറച്ചോ ഭക്ഷണം കഴിക്കുന്നവന് അത് ഒരു ശിക്ഷയായി തീരുന്നില്ല.
മറിച്ച് അല്പനേരത്തേക്കെങ്കിലും അവന് മന്ദത അനുഭവപ്പെടുന്നില്ല. സുഖവും ആനന്ദവും എപ്പോഴും അവന്റെ കൂടെ നിൽക്കുന്നു. അതേപോലെയാണ് വിപരീതാവസ്ഥയും. പെരും തീനിയായ ഒരുവനെ രോഗങ്ങളും അസ്വസ്ഥവും വിടാതെ പിടികൂടുന്നു. അവൻ ഏതു സമയത്തും മന്ദനായി മാത്രം ജീവിക്കുന്നു. അളവറിഞ്ഞ ഉന്മോനിൽ ആനന്ദം പോൽ നിൽക്കും അധികം ഉണ്ണുന്നോർ അസുഖം. ഓ Okay. Kural 946. A healthy comfort stays with one eats, knowing measurement diseases. Stay with one eating excess. And 47. 947 குறள். தீ அளவண்டி தெரியான் பெரிது உண்ணின் நோய் அளவின்றி படும். അതായത് തെരിയാൻ തീ അളവ് അഞ്ചി പെരിത് ഉണ്ണിൻ, അത് അങ്ങനെയാണ് എടുക്കേണ്ടത്. അതാ തീ എന്ന് പറയുന്നത് ഇവിടെ വയറ് കത്തുന്നുണ്ടെന്ന് പറയുമല്ലോ. കാരണം വിശക്കുമ്പോഴാണ് നമ്മൾ വയറ് കത്തണെന്ന് പറയുന്നത്. കാരണം അവിടെ ഒരു തീ ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. കാരണം അസിഡിറ്റി അതൊക്കെ നമുക്ക് ഒരുപാട് അവിടെ വയറിന്റെ അകത്ത് ഒരുപാട് പ്രക്രിയകൾ നടക്കുന്നുണ്ട്. അപ്പൊ അതിലെ വരുന്നതാണ് വള്ളുവർ തീ എന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്കിപ്പോ തെരിയാൻ തീ അളവിൻ്റെ, ആ വിശപ്പിന്റെ അളവ് എന്താണ് എന്ന് അറിയാത്തവൻ പെരിത് ഉണ്ണിച്ച ഒരുപാട്, അവന് വിശപ്പിന് എത്ര വേണോ അതല്ല കഴിക്കുന്നത്, അതിനും കൂടുതൽ. അതായത് പറയില്ലേ ഇവിടം വരെ കഴിച്ചു എന്ന് പറയും, ഇവിടെ വന്ന് നിൽക്കുകയാണെന്ന് പറയും. അതായത് തൊണ്ടയുടെ അവിടെ വന്ന് നിൽക്കുകയാണെന്ന് പറയും. കാരണം അത്രയും ഞാൻ കഴിച്ചു എന്ന്. അപ്പൊ അത് അങ്ങനെ കഴിക്കരുത്. അങ്ങനെ കഴിക്കുമ്പോഴാണ് ഒരുപാട് രോഗങ്ങൾ വരുന്നത്. അപ്പോൾ തെരിയാൻ തീ അളവ് അഞ്ചി പെരിത് ഉണ്ണിൻ, അവന്റെ വിശപ്പ് എന്താണ് എന്ന് അറിയാതെ, അതിന്റെ അളവ് അറിയാതെ ഭക്ഷണം കഴിക്കുന്നവനാണെങ്കിൽ നോയ് അളവിൻ്റെ പടും, അവൻ എന്തായിരിക്കും അവസ്ഥ? അവന്റെ ശരീരത്തിൽ നിന്നും അസുഖങ്ങൾ മാറില്ല, എപ്പോഴും നിത്യരോഗിയായി തന്നെ തുടരും. കാരണം നമ്മൾ കഴിക്കുന്ന ആ ഭക്ഷണം അജീരണം കൊണ്ട് ഒരുപാട് നോയ് വരും, ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാവും. നമ്മൾ കഴിക്കുന്നത് നമ്മുടെ വയറ് ശരിയല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ദിവസം പോയി കിട്ടി. കാരണം വയറാണ് ഏറ്റവും പ്രധാനം. അതിൻ്റെ അകത്താണ് എല്ലാ കാര്യങ്ങളും. നമ്മൾ കഴിക്കുന്ന എന്തും മരുന്നായാലും എന്തായാലും നമ്മുടെ വയറിൽ പോയിട്ടാണ് പല പല സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. അപ്പൊ ആ വയറെന്ന് പറയുന്ന സംഭവം നമുക്ക് നേരെ ഇല്ലെങ്കിൽ, പ്രവർത്തിച്ചില്ലെങ്കിൽ, അതും ജീരണം, അതായത് ദഹനം ശരിക്കും നടക്കണം. ആ ദഹനം ശരിക്കും നടന്നില്ലെന്നുണ്ടെങ്കിൽ ആ ശരീരത്തിൽ ഒരുപാട് പ്രശ്നമുണ്ടെന്നാണ്. അപ്പൊ ഈ വാതം, പിത്തം ഇതെല്ലാം ഉണ്ടെങ്കിൽ ഈ ദഹനം ശരിക്കും നടക്കില്ല. ഇത് ഉണ്ടാവാതിരിക്കണമെങ്കിലോ നമ്മുടെ ഭക്ഷണം കറക്റ്റ് ആവണം. നമ്മുടെ വിശപ്പ് എത്രയാണോ അത് അറിഞ്ഞു വേണം കഴിക്കാൻ. അതിനേക്കാൾ ഉപരി കൂടുതൽ കഴിക്കുകയാണെങ്കിൽ ആ ശരീരത്തിൽ എപ്പോഴും അസുഖങ്ങളെ കാണൂ. അപ്പോൾ നമുക്ക് അളവ് എത്രത്തോളം വേണം. തീ എന്ന് പറയാൻ കാരണം തന്നെ എന്ത് കൊടുത്താലും ഈ വയറെന്ന് പറയുന്നത് ദഹിപ്പിച്ചുകൊണ്ടിരിക്കും. കാരണം നമ്മൾ എങ്ങനെയാണോ അതിനെ ആ ശരീരത്തിനെ നമ്മൾ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. എനിക്ക് രാവിലെ ഞാൻ ഒരു ദോശയെ കഴിക്കുമെങ്കിൽ ആ ഒരു ദോശയെ കൂടുതൽ കഴിക്കുമ്പോൾ അത്രയും കൂടുതൽ പണിയെടുക്കേണ്ടി വരും. അപ്പൊ നമുക്ക് എത്രത്തോളം പറ്റും എന്നുള്ളത് നമ്മൾ തന്നെയാണ് ട്യൂൺ ചെയ്യേണ്ടത്. അതിൽ കൂടുതൽ കഴിക്കാൻ വേണ്ടി അങ്ങനെ ആവരുത്. അങ്ങനെ കഴിക്കുകയാണെങ്കിൽ ഒരുപാട് പണിയെടുക്കേണ്ടി വരും. അവസാനം ഒരു സമയത്താവുമ്പോൾ അത് പണി മുടക്കും. അപ്പോൾ അസുഖം കൊണ്ട് നിറഞ്ഞിരിക്കും നമ്മുടെ ശരീരം. അതുകൊണ്ട് ഒരുപാട് കഴിക്കരുത് എന്നതാണ് വള്ളുവർ പറയുന്നത്. ഓക്കെ, താങ്ക് യു. ദഹനാഗ്നി അറിയാതെ അമിതമായി ഉണ്ടെങ്കിൽ അളവറ്റ രോഗങ്ങൾ ഉണ്ടാകും. നമ്മുടെ ശരീരത്തിന് ദഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ ശരീരത്തിന് ദഹിക്കാൻ കഴിയുന്ന അവസ്ഥയിലുള്ള ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ രോഗങ്ങൾ ഉണ്ടാകാതെ നിലനിൽക്കും എന്നാണ് പറയുന്നത്. 947. Eating excess, neglecting the measure of digestive power, immeasurable ailment enslave you. 948.
കുറൾ 948 നോയ് നാടി നോയ് മുതൽ നാടി അത് തണിക്കും വായ് നാടി വായ്പച്ചെയൽ. അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു കുറളാണ്. കാരണം ഈ കുറൾ എപ്പോഴും ഈ അറ്റത് പോറ്റി ഉണിൻ ആ കുറളും ഈ കുറളും ഒരുപാട് എന്താണ് നമ്മുടെ ഈ ആർട്ടിക്കിൾസിലും പിന്നെ ഈ സ്പീച്ചിലൊക്കെ എല്ലാവരും പറയുന്ന ഒരു സംഭവമാണ്. നമ്മുടെ വലിയ വലിയ ഈ ഡോക്ടേഴ്സ് പോലും ഈ കുറളിനെ പറയാറുണ്ട്. കാരണം അത്രയ്ക്ക് നല്ല കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. നോയ് നാടി, അതായത് ഒരു ഡോക്ടറാണെങ്കിൽ ആ എന്തുകൊണ്ടാണ് ഈ അസുഖം വന്നു എന്ന് കണ്ടറിയണം. നോയ് മുതൽ നാടി, ഈ അസുഖം എന്താണെന്ന് കണ്ടറിഞ്ഞു. ഇനി എന്ത് കൊണ്ടാണ് നോയ് മുതൽ നാടി. നോയ് മുതൽ നാടി എന്ന് പറഞ്ഞാല് ഇത് ഈ രോഗം വരാൻ കാരണം എന്താണ് എന്ന് കണ്ടുപിടിക്കണം. അത് തണിക്കും വായ് നാടി. ഇനി അത് എങ്ങനെയാണ് ആ അസുഖം കുറയ്ക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കൂടി അറിയേണ്ടതുണ്ട്. നോയ് നാടി എന്ന് പറയുമ്പോൾ അസുഖം എന്താണെന്ന് അസുഖം കണ്ടുപിടിക്കണം. നോയ് മുതൽ നാടി എന്ന് പറയുന്നത് ഒരു അസുഖത്തിന്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കണം. ഇനി അടുത്തത് അത് തണിക്കും വായ്നാടി, അത് ആ അസുഖം മാറണമെന്നുണ്ടെങ്കിൽ എന്താണ് മരുന്ന്, അതിന് എന്ത് മറുമരുന്ന് എന്ത് കൊടുക്കണം എന്ന് അറിയണം. വായ്നാടി വായ്പച്ചെയൽ, അത് അറിഞ്ഞ് എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യുന്നതാണ് ആർക്ക് ഒരു ഡോക്ടറിന് അല്ലെങ്കിൽ മരുത്തുവൻ എന്ന് പറയുന്ന ഒരു ഡോക്ടറിന് അഴക്. അത് വേണം ചെയ്യാൻ. കാരണം ഇത് ചെയ്യാതെ ഇതായിരിക്കും എന്ന് സംശയത്തിൽ ചെയ്യുന്നതൊന്നും നല്ലതല്ല. അപ്പോൾ നോയ് ഇത് തീർക്കുന്ന അത് എന്താണെന്ന് അറിയാതെ നമ്മളിപ്പോ ഒരു കാരണവുമില്ലാതെ നമുക്കിപ്പോ വയറിന് പ്രശ്നം വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് കഴിച്ചു, ആ കഴിച്ചതാണോ നിങ്ങൾക്ക് പ്രശ്നമുണ്ടാവുന്നത്, ഇതെല്ലാം അറിഞ്ഞു വേണം ചെയ്യാൻ. അപ്പോൾ ഇത് ഇത്രയും അറിഞ്ഞു വേണം ചികിത്സ ചെയ്യേണ്ടത്. അതിനാണ് നോയ് നാടി നോയ് മുതൽ നാടി അത് തണിക്കും വായ്നാടി വായ്പച്ചെയൽ. അപ്പോ വായ്പച്ചെയൽ എന്ന് പറയുന്നത് എന്താണ് അതിന് മറുമരുന്ന്, അത് ചെയ്യണം. ഇത് ഇത്രയും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആദ്യം രോഗം കണ്ടുപിടിക്കണം, പിന്നെ രോഗത്തിന്റെ കാരണം കണ്ടുപിടിക്കണം, അതിനുശേഷം ആ രോഗത്തിന് എന്താണോ മറുമരുന്ന് അത് കണ്ടുപിടിച്ചിരിക്കണം. ഇത്രയും കണ്ടതിന് ശേഷം മരുന്ന് കൊടുക്കണം. ഇതാണ് ഒരു ഡോക്ടർ ചെയ്യേണ്ടത് എന്നാണ് ഈ കുറളിൽ പറയുന്നത്. ഓക്കെ, താങ്ക് യു. 948 വിശ്വകരൻ, അതായത് വൈദ്യൻ അല്ലെങ്കിൽ രോഗത്തിന് ശമനമുണ്ടാക്കുന്ന ആരാണോ അദ്ദേഹം, രോഗിയിൽ കാണുന്ന രോഗം എന്താണെന്ന് നന്നായി പരിശോധിച്ചറിഞ്ഞ് ആ രോഗം മരുന്നിനുള്ള കാരണം എന്തെന്ന് ലക്ഷണങ്ങൾ വെച്ചുകൊണ്ട് ആരാഞ്ഞ് പിന്നീട് അത് തീർക്കുന്നതിനുള്ള ഉപായങ്ങളെ കണ്ടറിഞ്ഞ് ഒന്നും പിഴയ്ക്കാത്ത മട്ടിൽ ചികിത്സിക്കേണ്ടതാണ്. അതാണ് കമ്മീഷണർ പറയുന്നത്. രോഗവും ഹേതുവും പോംവഴിയും ആരാഞ്ഞ് ഭാഗത്തിനൊത്ത് ചെയ്യണം. എന്താണ് രോഗം, അത് ഉണ്ടാകാനുള്ള കാരണം എന്താണ്, എന്ത് പ്രതിവിധിയാണ് കരണീയം എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ ഗഹനമായി ചിന്തിച്ചറിഞ്ഞ് ഭാഗം പിഴയ്ക്കാതെ ചികിത്സ ചെയ്യുക എന്നതാകുന്നു വിശ്വധർമ്മം എന്ന് കമ്മീഷൻ നേരെ പറയുന്നു. ഓക്കെ. Curl 948. Diagnosis, sorting out of cause of disease, finding way to heal it. Treatment should be done fitting to the body. 949. 949 കുറൾ. ഈ കുറളിലും ഒരു ഡോക്ടർ എങ്ങനെയായിരിക്കണം, അതായത് ഒരു ഡോക്ടർക്ക് വേണ്ടി പറയുന്നതല്ല. ഈ രണ്ട് കുറളിലും നമുക്ക് അതിന് മുന്നേ നമ്മൾ കഴിക്കുന്നത് കൊണ്ട് നമുക്ക് വരുന്ന രോഗങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഒരുപാട് രോഗങ്ങൾ വരും എന്ന് പറഞ്ഞു. അപ്പൊ ഇതിനെങ്ങനെ തീർക്കണം എന്നുള്ളതാണ് ഈ രണ്ട് കുറളിലും പറയുന്നത്. ഉറ്റാൻ അളവും പിണിയളവും കാലമും കറ്റാൻ കരുതി ചെയ്യൽ. കറ്റാൻ എന്ന് പറഞ്ഞാൽ ഈ ആയുർവേദത്തിലെ
ഗ്രന്ഥങ്ങളുണ്ടല്ലോ, ആ ഗ്രന്ഥങ്ങളൊക്കെ അതൊക്കെ പഠിച്ചവന് മാത്രമേ ഈ പച്ചമൂലിക എങ്ങനെയൊക്കെ, നമുക്ക് തമിഴിലാണെങ്കിൽ സിദ്ധാസ് ഉണ്ട്, സിദ്ധ മരുത്തുവം, സിത്തர்கள் എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇപ്പോഴും നമുക്ക് സിദ്ധവൈദ്യം എന്ന് പറയുന്നത് ശരിക്കും നല്ല എഫക്റ്റീവായ ഒരു മെഡിസിൻ ആണ്. ഒരു കാലഘട്ടത്തിൽ ഈ സിദ്ധ മെഡിസിൻസ് ആണ് കൂടുതലും പ്രയോജനപ്പെട്ടിരുന്നത്. അത് ഒരുപാട് ഓലച്ചുവടികളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നോക്കി ചെയ്യാറുമുണ്ട്. ഇന്നും ആ സിദ്ധ വൈദ്യൻസ് അല്ലെങ്കിൽ സിദ്ധ ഡോക്ടേഴ്സ് ഒക്കെ അത് ഫോളോ ചെയ്യുന്നവരുമുണ്ട്. എന്നാൽ ഇവിടെ കറ്റാൻ എന്ന് പറയുന്നത് ഏത് വേണമെങ്കിലും എടുക്കാം. കാരണം മെഡിസിൻ, മരുന്നിനെ കുറിച്ച് പഠിച്ചവൻ, ഇതിനു വേണ്ടിയുള്ള ഗ്രന്ഥങ്ങളെല്ലാം നന്നായി പഠിച്ച ഒരാളാണ് ചികിത്സിക്കേണ്ടത്. ആ പഠിച്ചവൻ എന്ത് ചെയ്യണം? ഉറ്റാൻ അളവും പിണി അളവും കാലവും കരുതി ചെയ്യൽ. ഇപ്പൊ രോഗം വന്നു, അയാളുടെ ശരീരപ്രകൃതം നോക്കണം. എല്ലാവർക്കും ആയുർവേദം അല്ലെങ്കിൽ സിദ്ധ എന്ന് പറയുന്നത് ഏൽക്കണമെന്നില്ല. ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ പലർക്കും അലോപ്പതി മെഡിസിൻ പോലും അലർജി ഉണ്ട്. ചില ഇഞ്ചക്ഷൻസ് അലർജി ഉണ്ട്, ചില മെഡിസിൻസ് അലർജി ഉണ്ട്. അപ്പോൾ പോയ ഉടൻ തന്നെ ഡോക്ടർമാർ ചോദിക്കാറുണ്ട്, അലർജി ഉണ്ടോ, ഇന്ന മെഡിസിൻ അലർജി ഉണ്ടോ എന്ന് ചോദിക്കും. കാരണം അങ്ങനെ ചോദിക്കണം, അല്ലെങ്കിൽ അയാൾ എഴുതി കൊടുക്കുന്ന മെഡിസിൻ നമുക്കറിയില്ലല്ലോ ഇത് നമുക്ക് അലർജി ആണോ ഇല്ലയോ എന്ന്. അപ്പൊ ഏതെങ്കിലും ഒരു മരുന്ന് കഴിച്ച് അലർജി ആയിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞിരിക്കും ഇനി ഏത് ഡോക്ടറെ അടുത്ത് പോയാലും ഇത് പറയണമെന്ന്. അപ്പൊ അത് പറയും. അപ്പൊ ഡോക്ടർമാരത് ചോദിക്കേണ്ടതും അവരുടെ കടമയാണ്. ചില വിദ്യാഭ്യാസം ഇല്ലാതെ പലർക്കും, ഈ വയസ്സായവർക്കൊക്കെ അറിയില്ല, അലർജി എന്താണെന്ന് പോലും അറിയാത്തവർ കാണും. അപ്പൊ അവരെന്ത് ചെയ്യും? അവർക്ക് ചിലപ്പോൾ പറയാൻ വിട്ടുപോകും. അങ്ങനെയാണെങ്കിൽ അത് ഡോക്ടറുടെ കടമയാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മുറ്റാൻ അളവും പിണി അളവും. അവന് വന്നിരിക്കുന്ന അസുഖം എന്താണ്, അതിൻ്റെ അളവ് എന്താണ്, തോത് എത്ര തോതിലാണ്. ഇപ്പൊ പനിയാണെങ്കിൽ എത്രത്തോളം പനി കൂടുതലാണോ കുറവാണോ അതറിഞ്ഞിരിക്കണം. ഇനി എന്ത് അസുഖം വന്നാലും അതിൻ്റെ കാരണവും നമ്മൾ കണ്ടെത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി അവൻ്റെ ശരീരത്തിന് ഇത് പറ്റുമോ, ഇത്രയും മരുന്ന് ഞാൻ കൊടുക്കുന്നുണ്ട്, അത് ഏൽക്കുമോ. ഇപ്പൊ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു 1/2 സ്പൂൺ മരുന്നായിരിക്കും ചിലപ്പോൾ ഒരു ഡോസ് കൊടുക്കുന്നത്. അഡൾട്ട് എന്ന്, വലിയവർക്കാണെങ്കിൽ അതിനേക്കാളും ഒരു 1.5 സ്പൂൺ കഴിക്കാമെന്ന് പറയും. അതുപോലെ ഒരു അളവുണ്ട്. അപ്പൊ അവൻ എന്ത് ചെയ്യണം? ഈ പഠിച്ച ആള് അദ്ദേഹം പഠിച്ച ഗ്രന്ഥത്തിന്റെ ആ വഴിയിൽ തന്നെ ഈ രോഗികൾക്ക് അത് കൊടുക്കണം. കാരണം ആ ഗ്രന്ഥത്തിൽ മുഴുവനായി പറഞ്ഞിട്ടുണ്ട് ആ രോഗം എത്ര കറ്റാൻ കരുതി ചെയ്യൽ. അതായത് അത് അവൻ അറിഞ്ഞു ചെയ്യണം. ഇത് ഇന്ന ആൾക്ക് ഇത് കൊടുക്കാമോ, ഈ രോഗത്തിന് ഇത്രയേ പാടുള്ളൂ. അത് ആ പുസ്തകത്തിൽ അല്ലെങ്കിൽ ഗ്രന്ഥത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് ഫോളോ ചെയ്ത് വേണം കൊടുക്കാൻ. അല്ല എങ്കിൽ ഈ രോഗിക്ക് പല പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, താങ്ക് യു. കുറൾ 949. ഉറ്റവൻ തീർപ്പാൻ മരുന്ന് പിഴை செல்வானை മാറിപ്പോയി. ഉറ്റാൻ അളവും പിണിയളവും കാലമും കറ്റാൻ കരുതി ചെയ്യൽ. രോഗനില അതിൻ കാലവും ആരാഞ്ഞ് ചെയ്തിടുക വൈദ്യൻ. അതായത് കറ്റാൻ, ആയുർവേദ ശാസ്ത്രത്തെ അഭ്യസിച്ചറിഞ്ഞ വൈദ്യൻ ചികിത്സ ആരംഭിക്കുമ്പോൾ തന്നെ രോഗിയുടെ സ്ഥിതിയും പ്രായം, ശരീരസ്ഥിതി തുടങ്ങിയവ, അവനിലുള്ള രോഗസ്ഥിതിയും മാറാ രോഗമാണോ, ചികിത്സ കൊണ്ട് പ്രയോജനം ഉണ്ടാകുമോ എന്നൊക്കെ, ചികിത്സ തുടങ്ങാൻ അനുയോജ്യമായ കാലമാണോ എന്നും നന്നായി ചിന്തിച്ചു നോക്കി അതനുസരിച്ച് ചികിത്സ ചെയ്യേണ്ടതാണ്. അതായത് ചികിത്സിക്കേണ്ട രോഗിയുടെ ശാരീരികവും മാനസികവുമായ അവസ്ഥകൾ, പ്രായം, രോഗത്തിന്റെ അപ്പോഴത്തെ നില, മാറുന്ന രോഗമാണോ, മാറാൻ കാലതാമസം വരുമോ, അതോ മാറാ രോഗം തന്നെയാണോ എന്നതൊക്കെ നന്നായി ചിന്തിച്ചറിഞ്ഞതിന് ശേഷമേ ഒരു ഉത്തമ വൈദ്യൻ തൻ്റെ ചികിത്സാ പദ്ധതി തുടങ്ങാവൂ. ചികിത്സിക്കാനും ഔഷധ പ്രയോഗത്തിനും പറ്റിയ കാലമാണോ എന്ന് നോക്കണം. ചികിത്സയുടെ ഫലത്തെക്കുറിച്ച് പരമാവധി വ്യക്തമായ രൂപം ഉണ്ടാവണം. അങ്ങനെ അനവധി കാര്യങ്ങൾ ചികിത്സ തുടങ്ങുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കണം. രോഗനില അതിൻ കാലവും ആരാഞ്ഞ് ചെയ്തിടുക വൈദ്യൻ.
over. Curl 949. Physician should treat taking into account age of patient, condition of illness, and its duration, etc. Curl 950. 950 കുറളാണ് ഈ അധികാരത്തിന്റെ ഏറ്റവും അവസാനത്തെ കുറൾ. ഈ മരുന്ന് അല്ലെങ്കിൽ മരുന്ന് എന്ന് പറയുന്ന ഈ അധികാരത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ കഴിക്കുന്നത് കൊണ്ടാണ് രോഗം എന്തുകൊണ്ട് വരുന്നു, നമ്മുടെ ശരീരത്തെ നമ്മൾ എങ്ങനെ സൂക്ഷിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് മരുന്ന് തരുന്ന ആ ഡോക്ടർ എങ്ങനെയായിരിക്കണം, അപ്പം അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം എന്നതാണ്. അപ്പോൾ ഇനി അവസാനത്തെ കുറളിൽ പറയുന്നത് ഒരു ഒരു മരുന്ന് കൊണ്ട് മാത്രം നമ്മുടെ ശരീരത്തിൽ അസുഖങ്ങൾ ഭേദമാകണമെന്നില്ല. നമുക്കറിയാം ചില ഡോക്ടർമാരാണെങ്കിൽ നമ്മൾ പോയി സംസാരിക്കുമ്പോൾ തന്നെ അവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് രോഗം പകുതി മാറിയതുപോലെ ഫീൽ ആകാറുണ്ട്. ചിലരാണെങ്കിൽ നമ്മുടെ രോഗം കൂട്ടിത്തരും. കാരണം അവരുടെ സംസാരം അങ്ങനെയായിരിക്കും. അതായത് നെഗറ്റീവായും പോസിറ്റീവായും സംസാരിക്കുന്നതാണ് പ്രശ്നം ഉണ്ടാവുന്നത്. നമ്മൾ പോകുമ്പോൾ തന്നെ ചിലപ്പോൾ നമുക്കറിയില്ല നമുക്ക് എന്താ രോഗമെന്ന്. അപ്പൊ നമ്മൾ അവിടെ പോകുമ്പോൾ നമ്മൾ ഒരുപാട് എന്തൊക്കെയോ സാങ്കല്പികത്തിലായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഇതാണ് വലിയ രോഗമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ ഡെസ്പാവും. അപ്പൊ ആ അസുഖം കൂടുകയുള്ളൂ. അപ്പോൾ ആ ഒരു രോഗിക്ക് ആശ്വാസം എന്ന് പറയുന്നത് വളരെ 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 അത്യാവശ്യമാണ്. അപ്പൊ അതും കൂടി വേണം എന്നുള്ളതാണ് ഈ അവസാനത്തെ കുറളിൽ പറയുന്നത്. ഒരു 4 അംശം വളരെ പ്രധാനമാണ്. ഈ 4 ഉണ്ടെങ്കിൽ മാത്രമേ ആ മരുന്ന് കൊടുക്കുന്നത് കൊണ്ടുള്ള ഗുണം കിട്ടൂ എന്നുള്ളതാണ് അവസാനമായി പറയുന്നത്. ഉറ്റവൻ തീർപ്പാൻ மருந்து ഉழைച്ചെൽവാൻ என்று അപ്പാൽ നാർക്കൂറ്റേ മരുന്ന്. ഉറ്റവൻ എന്ന് പറഞ്ഞാൽ അസുഖം വന്ന ആള്. ഉറ്റവൻ എന്ന് പറയുന്നത് ആ അസുഖത്തിന്റെ ഉടമ എന്നാണ്, അതായത് ഈ രോഗി. തീർപ്പാൻ എന്ന് പറയുന്നത് മരുന്ന് നൽകുന്ന ആള്, അതായത് ഈ അസുഖത്തെ തീർക്കുന്നവൻ എന്ന് വെച്ചാൽ ഡോക്ടർ എന്നാണ് അർത്ഥം. മരുന്ന് എന്ന് പറഞ്ഞാൽ മരുന്ന്. നമുക്കിപ്പോൾ ഒരു രോഗം വന്നു, ആ രോഗം തീർക്കാനായിട്ട് നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുന്നു, ഡോക്ടർ നമുക്ക് മരുന്ന് തരുന്നു. ഇനി ഇത് മാത്രം പോരാ, ഉഴൈച്ചെൽവാൻ എന്ന് പറയുന്നത് ഇവിടെ സിസ്റ്ററാണ്, നേഴ്സ്. അതായത് ഈ നേഴ്സ് മാത്രമല്ല, ഇപ്പൊ നമുക്ക് രോഗി വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ എപ്പോഴും ഒരാൾ അടുത്ത് തന്നെ ഇരുന്ന് ഈ പനി വന്നാൽ നമ്മൾ തുടച്ചു കൊടുക്കുകയും വെള്ളം നനച്ച് തുടച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ഒരു ഡോക്ടർ മരുന്ന് തന്നു എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം നമ്മുടെ രോഗം മാറില്ല. ഡോക്ടർ ഇന്ന ഇൻസ്ട്രക്ഷൻസ് തന്നു കാണും, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണം, എന്നാലേ ഇത് മാറൂ, കുറച്ച് നടക്കണം, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദൂരം നടക്കണം, അധികം കഴിക്കരുത്, ഇന്ന സമയത്തെ കഴിക്കാവൂ, ഈ മരുന്ന് കഴിച്ചതിന് ശേഷം നിങ്ങൾ നല്ല റെസ്റ്റ് എടുക്കണം, ഉറങ്ങണം, ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ അത് ഫോളോ ചെയ്യണം. ഫോളോ ചെയ്താൽ മാത്രമേ അസുഖം മാറൂ. ഇനി ഇത് ഫോളോ ചെയ്യണമെങ്കിൽ നമുക്ക് കൂടെ ഇരിക്കുന്ന ആൾക്കാർ ആരെങ്കിലും, ചിലപ്പോൾ കുട്ടികളാണെങ്കിൽ അമ്മയോ അല്ലെങ്കിൽ അച്ഛനോ പറയും. ഇനി മുതിർന്നവർക്കാണെങ്കിൽ അവരുടെ കൂടെയുള്ള ഒരു വൈഫ് പറയാം. വൈഫിന് അസുഖം വന്നാൽ ഹസ്ബൻഡ് നോക്കണമെന്നില്ല, പക്ഷെ ഹസ്ബൻഡിന് അസുഖം വന്നാൽ വൈഫ് എപ്പോഴും കൂടെ കാണും. 24 hours മരുന്നെടുത്ത് കൊടുക്കാനും വെള്ളം എടുത്ത് കൊടുക്കാനും എല്ലാ കാര്യങ്ങളും പരിചരിക്കാനും കാണും. എന്നാൽ ഒരു സ്ത്രീക്ക് വരുമ്പോൾ നോക്കാൻ ആരുമില്ല. ഇത് സത്യമാണ്. പല കുടുംബങ്ങളിലും ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ്. അവനവന്റെ കാര്യം അവനവൻ നോക്കുക, പക്ഷെ ഹസ്ബൻഡിന്റെ കാര്യം മാത്രം ഈ സ്ത്രീകളാണ് നോക്കുന്നത്. ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. ഈ പരിചരണമാണ് വേണ്ടത്. പല സ്ത്രീകൾക്കും നമ്മളൊരു സർവേ നടത്തിയതാണ്, പല സ്ത്രീകൾക്കും പരിചരണം കിട്ടാത്തതാണ്. അവർക്കൊരു സ്നേഹം, അതാണ് അവരുടെ അസുഖം കൂട്ടുന്നത്. ഒരു ഏജ് കഴിയുമ്പോൾ അവർക്ക് വരുന്ന ഹാർമോണൽ ഇംബാലൻസ് കാരണം ഒരുപാട് പ്രശ്നമുണ്ട്. അതിനെ അഭിമുഖീകരിക്കാനായി അവരുടെ ഹസ്ബൻഡിന് ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു കൂട്ട് അല്ലെങ്കിൽ വളരെ പരിചരണം വേണം. അത് അത്യാവശ്യമാണ്. അതില്ലാത്തത് കൊണ്ട് അവരുടെ അസുഖം കൂടാനും സാധ്യതയുണ്ട്. സ്ട്രെസ് കൂടും, പിന്നെ പ്രഷർ കൂടും, ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. എന്നാൽ അതാണ് വള്ളുവർ പറയുന്നത്, വളരെ അത്യാവശ്യമാണ്. ഉഴൈച്ചെൽവാൻ, ഈ രോഗിയുടെ കൂടെ ഇരിക്കുന്നവൻ. ഈ 4 അപ്പാൽ നാർക്കൂറ്റേ മരുന്ന്. ഈ 4 ചേർന്നാലാണ് രോഗിക്ക് മരുന്നാവുന്നത്. ഇതിൽ 4 ഏതെങ്കിലും ഒന്ന് കുറഞ്ഞാലും പോയി, ആ രോഗം കുറയില്ല. അപ്പോ മരുന്ന് ആ രോഗിയും സപ്പോർട്ട് ചെയ്യണം. ഇനി രോഗി മരുന്ന് കഴിച്ചില്ലെങ്കിലോ
അസുഖം മാറില്ല. ഇനി മരുന്ന് കറക്റ്റായി ഡോക്ടർ കൊടുത്തില്ലെങ്കിലും അസുഖം മാറില്ല. ഇനി ഡോക്ടർ നല്ലതല്ല എങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ ഡോക്ടർ നന്നാവണം, ഡോക്ടർ കൊടുക്കുന്ന മരുന്ന് നന്നാവണം, രോഗിയും ആ മരുന്ന് ഡോക്ടർ പറയുന്നത് പോലെ അത് ഫോളോ അപ്പ് ചെയ്യണം. ഇനി കൂടെ ഇരിക്കുന്നവർ, ബൈസ്റ്റാൻഡർ എന്ന് പറയുമല്ലോ, അവരും നല്ലതായിരിക്കണം, ഇവരെ നന്നായി പരിചരിക്കുന്നവണ്. ഈ 4 ചേർന്ന് കഴിഞ്ഞാൽ ഇവർക്ക് അസുഖം മാറും. അതാണ് അവസാനത്തെ കുറളിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ അവസാനത്തെ കുറൽ, ഇവിടെ സാമാന്യം ഭേദപ്പെട്ട മഴയുണ്ട്. അപ്പൊ എനിക്ക് ഇങ്ങോട്ട് പറയുന്നത് പലതും ഞാൻ കേട്ടിട്ടല്ല, പറയുന്നത് വ്യക്തമല്ല. ഉറ്റവൻ തീർപ്പാൻ മരുന്തുഴൈച്ചൽവാൻ എൻഡു, അപ്പാൽ നാർ കൂറ്റേ മരുന്നു. രോഗി, ഭിഷഗ്വരൻ, ഔഷധം, കയ്യാൾ, ഈ 4 തികഞ്ഞതാണ് മരുന്ന്. വൈദ്യശാസ്ത്രം അല്ലെങ്കിൽ രോഗത്തിന്റെ പരിഹാരം എന്നത് രോഗി, വൈദ്യൻ, വൈദ്യശാസ്ത്രം, നഴ്സ് എന്നീ 4 വിഭാഗങ്ങളുടെ സംയോജനമാണ്. രോഗിയും വൈദ്യരും പിന്നെ മരുന്നും കൂടെ ഭൃത്യനും ഇവയെല്ലാം ചികിത്സാർത്ഥം ചതുരംഗങ്ങളായിടും. ഇതാണ് കവി പറയുന്നത്. നമ്മുടെ ഇന്നത്തെ ഈ കുറൽ സമാപിക്കുമ്പോൾ പലരുടെയും ഒരു തെറ്റിദ്ധാരണയുണ്ട്. സകലരുടെയും ശരീരം ഒരുപോലെയല്ലേ? അല്ലെങ്കിൽ ഒരേ രോഗത്തിന് ഈ ഒരേ മരുന്ന് പോരെ? ഞങ്ങളുടെ ഒരു ബന്ധുവിനെ അപ്പുറത്തെ വീട്ടിലെ ഒരാൾക്ക് ഇന്ന മരുന്ന് കഴിച്ചപ്പോൾ ഇന്ന അസുഖം മാറി, അല്ലെങ്കിൽ ഇന്ന ലക്ഷണങ്ങൾ മാറി. അതുകൊണ്ട് പീഡിയക്കടയിൽ ചെന്ന് അരിയോ പഞ്ചസാരയോ വാങ്ങുന്നത് പോലെ മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്നിന്റെ പേര് പറഞ്ഞു വാങ്ങുന്ന ഒരു രീതിയും നമ്മുടെ ഇടയിലുണ്ട്. ഓർക്കേണ്ട കാര്യം, ഒരു ഫാക്ടറിയിൽ ഒരു കാറ് നിർമ്മിക്കുന്നത് പോലെ അങ്ങനെ നിർമ്മിച്ചു വിട്ടിരിക്കുന്ന ഒന്നല്ല മനുഷ്യൻ. ഇപ്പൊ മാരുതി കമ്പനി മാരുതിയുടെ ഒരു മോഡലിലുള്ള ഒരു കാർ ഇറക്കുമ്പോൾ ഏകദേശം അതിൻ്റെ പാർട്സുകളൊക്കെ ഒരുപോലെ ഇരിക്കും. അപ്പോ നല്ല ഒരു മെക്കാനിക്ക് അത് കാണുമ്പോൾ അതിൻ്റെ ചില ശബ്ദമാറ്റം കാണുമ്പോൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതി കാണുമ്പോൾ ഇന്നതിൻ്റെ കുഴപ്പമാണെന്ന് വിചാരിച്ച് ആ നട്ട് മാറുന്നു, അല്ലെങ്കിൽ ആ പാർട്സ് മാറുന്നു. ഇതുപോലെയല്ല മനുഷ്യന്റെ ശരീരം. ഓരോരുത്തരുടെ ശരീരവും ഭിന്നമാണ്. ഓരോന്നിനെയും ഓരോന്നായി കണ്ട് ചികിത്സിക്കേണ്ടതാണ്. ഇക്കാര്യവും കൂടെ ചേർത്ത് വേണം നമ്മുടെ ഇന്നത്തെ ഈ മരുന്ന് എന്ന് പറയുന്ന ഈ വിഷയം നമ്മൾ അവസാനിപ്പിക്കുവാൻ. ഉപസംഹാരത്തിൽ വീണ്ടും ഇങ്ങനെ കൂടി കാണേണ്ടിയിരിക്കുന്നു. എന്ത് കഴിക്കരുതെന്നും എത്രമാത്രം കഴിക്കണമെന്നും അറിയുന്നവന്റെ കൂടെയാണ് സന്തോഷം അല്ലെങ്കിൽ ആരോഗ്യം. അതുപോലെ രോഗം മനുഷ്യന്റെ പലതിനോടുമുള്ള ആർത്തി കൊണ്ടാണ് ഇങ്ങനെ നിലനിൽക്കുന്നത്. വിശപ്പിന്റെ വ്യാപ്തി വിലയിരുത്താൻ കഴിയാത്തവനും അത്യാഗ്രഹത്തോടെ വിഴുങ്ങുന്നവനും അനന്തമായ രോഗം പിടിപെടും. രോഗം നിർണയിക്കുക, അതിൻ്റെ മൂലകാരണം കണ്ടെത്തുക, അതിൻ്റെ ചികിത്സ മനസ്സിലാക്കുക, തുടർന്ന് ഉചിതമായി പ്രവർത്തിക്കുക. പഠിതാവായ വൈദ്യൻ രോഗിയുടെ അവസ്ഥ, രോഗത്തിന്റെ വ്യാപ്തി, സമയം എന്നിവ പരിഗണിച്ച് ചികിത്സിക്കണം.
രോഗി, വൈദ്യൻ, മരുന്ന്, പരിചാരകൻ, ചികിത്സയിൽ ഇത് 4 പ്രധാനപ്പെട്ടതാണ്. ബൈസ്റ്റാൻഡറിനെ കുറിച്ച്, സ്ത്രീ പുരുഷന്മാർ അനുഭവിക്കുന്ന പ്രശ്നത്തെക്കുറിച്ച് ഒക്കെ തന്നെ, വിശേഷിച്ച് സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നത്തെക്കുറിച്ച് ഇവിടെ ശാന്തി മാം നന്നായി പറഞ്ഞു. നേരെ നിൽക്കുന്ന ഒരു രോഗി അവരനുഭവിക്കുന്ന മാനസിക പ്രശ്നം ഒന്ന്, ഒരു കിടപ്പ് രോഗി അനുഭവിക്കുന്നത് വേറൊന്ന്, ഒട്ടും ചലിക്കാൻ മേലാതെ കിടക്കുന്നയാൾ അനുഭവിക്കുന്നത് മറ്റൊന്ന്, ഓട്ടിസം പോലെയുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവര്, ഡിപ്രഷൻ അനുഭവിക്കുന്നവര് അത് മറ്റൊന്ന്. ഇതൊക്കെ വീട്ടിലുള്ളവർക്ക് കൂടി രോഗിയോടൊപ്പം ആവശ്യമായ കൗൺസിലിംഗ് നൽകി സഹായിക്കേണ്ടതാണ്. എല്ലാവരെയും ഒരേ തളപ്പിട്ട് പറയാറുണ്ടല്ലോ, തെങ്ങിനും കമുങ്ങിനും ഒരേ തളപ്പ് പോരാ. ഇത് ഈ കാര്യത്തിൽ വളരെ പ്രസക്തമാണ്. ആഹാരത്തിലായാലും മരുന്നിലായാലും എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ഈ ദിനത്തിലെ ഈ വിഷയം ഒരുപാട് പ്രസക്തമാണ്. രാജാവിനല്ല, എല്ലാവർക്കും, സകല മനുഷ്യർക്കും പ്രസക്തമാണ്. നമുക്കെല്ലാവർക്കും കുറെ കാര്യങ്ങളൊക്കെ ഇതിൽ അറിയാവുന്നതാണ്, കുറെ കാര്യങ്ങൾ അനാവശ്യമായിട്ട് അറിയാവുന്നതാണ്, കുറെ കാര്യങ്ങൾ ഓവറായിട്ട് അറിയാവുന്നതാണ്. നമുക്ക് പക്വരാകാം. വാളെടുക്കുന്നവരെല്ലാം വെളിച്ചപ്പാടാകുന്ന ഒരു സംഗതിയാണ്. ഒരുപാട് ട്രെയിനർമാർ, ഒരുപാട് യൂട്യൂബുകാർ, ഒരുപാട് ഇതൊക്കെ പടച്ചു വിടുകയാണ്. എന്തൊക്കെയാണോ അവർ പറഞ്ഞു വിടുന്നത്? അവര് പറഞ്ഞു വിടുന്നത് കേട്ടിട്ട് ആളുകൾ എന്തൊക്കെയാണോ ചെയ്യുന്നത്? എല്ലാത്തിനും ഒരു അറുതി ഉണ്ടാകട്ടെ, പക്വത ഉണ്ടാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ നിർത്തുന്നു. ഓവർ ടു ഓമന ടീച്ചർ. ഇന്നത്തെ ഈ സെഷനിൽ പങ്കെടുത്ത ഓമന ടീച്ചറിന്, സാബു സാറിന്, നയനാർ സാറിന്, ഇതിലെല്ലാം ഉപരിയായി ശാന്തിമാവിന്, ജോർജ് സാറിന് ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അടുത്ത ആഴ്ചയിൽ വീണ്ടും കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ. Thank you, sir. Couplet 950. Medicine solution is combination of 4 divisions: patient, physician, medicine, nurse. Couplet 950 of the Tirukural presents the 4 pillars of treatment, a holistic concept that views healing as a collaborative ecosystem rather than a single act. This mirrors the Chatuspada 4 quarters theory found in the Charaka Samhita, one of the foundational texts of Ayurveda. The physician, Vaidya, acts as the leader, possessing the knowledge and logic to direct the cure. The medicine, Dravya, must be of high quality and appropriate for the specific ailment. The caregiver, Upastha, provides the essential support, compassion, and vigilance needed for recovery. Finally, the patient, Rogi, completes the circle by being compliant, courageous, and capable of describing their symptoms accurately. Without the synergy of these 4 divisions, the solution remains incomplete, and as even the best medicine fails without a skilled doctor or a cooperative patient. The essence of healing. The chapter on medicine in the Tirukural serves as a timeless reminder that health is a delicate harmony of nature and discipline.
Valluvar shifts the focus from external cures to internal awareness, teaching us that the body's own digestive power is its primary guardian. By maintaining the balance of the three humors, Vata, Pitta, and Kapha, and respecting the rhythm of our internal fire, we prevent the very roots of disease. Ultimately, true recovery is shown to be a collective journey involving the wisdom of the doctor, the quality of the cure, the care of the attendant, and the cooperation of the patient. This holistic approach ensures that medicine is not just about surviving, but about thriving in a state of natural equilibrium. A small poem. The internal flame. The fire within must clearly burn. Before the food, the heart should yearn. When three great winds in balance stay, all heavy clouds will drift away. Four hands must join to mend the soul, to make the broken body whole. With mindful breath and measured bite, we walk the path of life and light. I am grateful to Sabu sir for this digital space that allows ancient wisdom to meet modern technology, bridging the gap between centuries old verses and today's curiosity. Thank you, Shanti ma'am, Nayana sir, Joshi sir, George sir, and George sir, for your insightful questions and your dedication to the journey of values. Your commitment to learning and sharing these ethical foundations is what keeps the spirit of the Ural alive. My appreciation goes to those observing this dialogue. May these reflections on balance, digestion, and the pillars of healing offer a spark of inspiration for your own well-being. To those who have been a support in times of need, their kindness is larger than the earth itself. Thank you. Thank you, everyone. Sabu sir. Thank you, thank you. Thank you, Shanti ma'am. മോഹൻദാസ് സാർ പറയൂ അടുത്ത ആഴ്ച. അതായത് ഈ 95 അധ്യായങ്ങൾ കൊണ്ട് തിരുക്കുറളിലെ പ്രധാനപ്പെട്ട ഭാഗം കഴിഞ്ഞു. പിന്നെ അർത്ഥപ്രകടനത്തിൽ ഉൾപ്പെടാത്ത ചില ഗുണങ്ങൾ അവശേഷിക്കുന്നു. അവയെ അനുബന്ധ വിഭാഗത്തിൽപ്പെടുത്തി തുടർന്നുള്ള 13 അധികാരങ്ങളിലായി പ്രതിപാദിക്കുന്നു. അവ ഇതൊക്കെയാണ്: മാനം, മഹത്വം, ആദ്യമുള്ളത് കുലീനത, കുടിമൈ, പിന്നെ മഹാമനസ്കത, സംസ്കാരം, നിഷ്ഫലധനം, നാണം, കുടുംബക്ഷേമ പ്രവർത്തനം, കൃഷി, ദാരിദ്ര്യം. ഇങ്ങനെ ആ 13 ഇനി അനുബന്ധങ്ങളായിട്ടാണ് വരുന്നത്. അതും കൂടി കഴിയുമ്പോൾ ഈ 2 ഭാഗങ്ങളെയും അധികാരങ്ങൾ പൂർത്തിയാവുന്നു. അത് കഴിഞ്ഞിട്ട് 25 അധ്യായം കൂടിയുണ്ട്. അത് നമുക്ക് വേണ്ടതെന്ന് തീരുമാനിച്ചിട്ട് തുടരാം. അപ്പൊ അടുത്ത ആഴ്ചയിലുള്ളത് അധികാരം 96, കുടിമൈ, അതായത് കുലീനത, നോബിൾ ലെഗസി, കുലമഹിമ. ഇതാണ് ചാപ്റ്റർ. എല്ലാവർക്കും ലാസ്റ്റ് പാർട്ട് എന്താ പറഞ്ഞത്? അത് എന്നിട്ട് പിന്നെ ഇതാണ്, എന്താ പറഞ്ഞല്ലേ, കാമത്ത് പാലാണ്. അറം പൊരുൾ ഇമ്പം എന്ന് പറഞ്ഞില്ല. ഇമ്പം എന്ന് പറയുമ്പം അത് കാമം ആയിട്ട് വരുന്നതാണ്. അതായത് തോഴനും തോഴിയും, അതായത് പിന്നെ കാമുകനും കാമുകിയും, പിന്നെ അല്ലെങ്കിൽ ദേവനും ദേവിയും എന്നുള്ള ആ അവസ്ഥയിലുള്ള ഓരോ ഇതിലുള്ള പ്രായക്കാരിലും ഉണ്ടാകുന്ന അനുരാഗവും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ പ്രതിപാദിക്കുന്നത്. അത് എടുക്കണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ സംക്ഷിപ്ത രൂപത്തിലാണെങ്കിലും പറയാം.
ജീവിതത്തിന് അതിന്റെ ആവശ്യമുള്ളത് കണ്ടന്റ് ഉള്ളത്. എങ്ങനെയാ? ശാന്തി മാം എന്താ പറയുന്നത്? ശാന്തി മാമിന്റെ അഭിപ്രായം എന്താ? സാർ അതും കൂടി ആയാലേ കുറളിന്റെ ഫുള്ളാകും. അത് Yes. കാമത്തപ്പാൽ എന്ന് പറഞ്ഞാലും ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഫാമിലിയിൽ ഉണ്ടാവുന്ന ഇഷ്യൂസ്, ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് വേണ്ടി നമ്മൾ അടിവെക്കാറുണ്ട്. അപ്പം ഡൈവേഴ്സ് വരെ എത്തുന്നത് വളരെ ചെറിയ പ്രശ്നത്തിനായിരിക്കും. അപ്പം അതും കൂടിയിട്ടാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മളൊരു മുഴുമിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതുകൂടി പഠിക്കുന്നതിൽ തെറ്റില്ല. കാരണം അത്ര മോശമായുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അത് നമ്മൾ എല്ലാവരും മുതിർന്നവരാണല്ലോ, അതുകൊണ്ട് പിന്നെ നമുക്കത് പ്രശ്നമല്ല. അതുകൊണ്ട് അതും കൂടി എടുക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ. തീർച്ചയായിട്ടും കണ്ടിന്യൂ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പറഞ്ഞല്ലോ സാധാരണയിലെ നമ്മുടെ പൊതുവേദികളിലൊക്കെ പറയുമ്പോൾ ഇതും ഈ രണ്ട് ജീവിതത്തിന് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഈ രണ്ട് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു നിർത്തുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രാധാന്യമുള്ളതായിരിക്കണം അത്. കാരണം അങ്ങനത്തെ ഒരു അല്ലെ തൊട്ടാൽ പൊട്ടുന്ന പോലെയാ ഇപ്പോഴത്തെ ലൈഫിന്റെ ഒരു പ്രത്യേകത. ഒരു പറഞ്ഞതേ ഉള്ളൂ. കുഴപ്പമില്ല, ഓക്കെ. വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഓമനം ടീച്ചർ, ജോഷി സാർ, ജോർജ് സാർ? ഉള്ളവർ എല്ലാ നോളജും എല്ലാ കാര്യങ്ങളും ജീവിതത്തിന്റെ എല്ലാ ഭാഗവും ടച്ച് ചെയ്ത് പോകുന്നുണ്ട്, ഒരു പോയിന്റും വിടാതെ. വളരെ കൃത്യമായിട്ടുള്ള ഒരു പഠനമാണ് അല്ലെ? ഇപ്പം നമ്മുടെ അഷ്ടാംഗ ഹൃദയം അങ്ങനെയൊക്കെ ഓരോ പുസ്തകം എടുത്താൽ ഓരോ കാര്യങ്ങളല്ലേ പറയും, ഒരു വിഭാഗം അറിവല്ലേ അത്. ഇതൊക്കെ ആ കാലഘട്ടത്തിൽ പുള്ളി ജീവിച്ച് അനുഭവിച്ച് അറിഞ്ഞ കാര്യങ്ങൾ, ഓരോ കാര്യങ്ങൾ അതിന്റെ ഔന്നത്യത്തിൽ ഏറ്റവും ഉയർന്ന തരത്തിൽ ഉപമകളോട് കൂടി പറഞ്ഞു വെക്കുന്നു എന്നുള്ളപ്പോഴേ എത്ര മഹത്വമായ ഒരു കൃതിയായിരുന്നു അത്. ഇന്ന് നമുക്ക് വായിക്കാൻ കിട്ടുന്നു, നമുക്കതിന്റെ എന്താ പറഞ്ഞാൽ ആസ്വദിക്കാൻ സാധിക്കുന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. അത് കുറച്ചുപേർക്ക് ആ ഭാഗ്യം കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് അതിലെ സവിശേഷത. പിന്നർക്കത് ആസ്വദിക്കാനോ അത് മനസ്സിലാക്കാനുള്ള ഒരു ഇതില്ല. ഓക്കെ. അപ്പൊ ഓക്കെ, താങ്ക് യു. അപ്പൊ എല്ലാവർക്കും നന്ദി. ബൈ, സി യു. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ജോർജ് സാർ അവിടെ പോയി?